പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ് നിങ്ങളുമായിട്ട് ഇന്ന് പകൽ ഒന്ന് പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ദാഹത്തോടെ ആയിരിക്കുക. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ വിടുവിക്കാനും സൗഖ്യമാക്കാനും ആമേൻ ആഗ്രഹിക്കുന്നു. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് താൻ തൻ്റെ ശുശ്രൂഷയിൽ അതിപ്രധാനമായി 2 കാര്യങ്ങളെക്കുറിച്ച് ജനത്തോട് അറിയിച്ചു കൊണ്ടിരുന്നു. അതിലൊന്ന് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച്. 2 കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചാണ്. ഈ 2 കാര്യങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് ജനത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ദൈവശക്തിയെക്കുറിച്ച് പറയുന്നു, 2 പ്രത്യക്ഷതയെക്കുറിച്ച് പറയുന്നു. ആമേൻ. അപ്പോൾ അതൊരു അസാധാരണമായ ദൈവശബ്ദങ്ങളാണ്. ദൈവശക്തിയെക്കുറിച്ച് പറയുകയാണ് എന്ന് പറഞ്ഞാൽ സകലവും ചെയ്യുന്നത് നമ്മുടെ ശക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ്. നമ്മുടെ ശക്തിക്ക് പരിമിതികളുണ്ട്. ആമേൻ. ഒത്തിരി ഏറിയകളിൽ അത് എത്തത്തില്ല. പക്ഷേ പരിമിതിയില്ലാത്തൊരു ദൈവശക്തിയുണ്ട്. ആമേൻ. പരിമിതി അസാധാരണ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവശക്തിയുണ്ട്. ആമേൻ. സ്തോത്രം. മനുഷ്യന്റെ ബലം കൊണ്ടും സൈന്യത്തിൻ്റെ ശക്തി കൊണ്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത ചെയ്യുന്ന ഒരു ദൈവശക്തിയുണ്ട്. അപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് ഇത് ജനത്തോട് പ്രസംഗിച്ചു കൊണ്ടേയിരുന്നു. ഒരു ദൈവശക്തിയുണ്ട്, ഒരു ദൈവശക്തിയുണ്ട്, ഒരു ദൈവശക്തിയുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു പാർട്ടിയുടെ പ്രസംഗം കേൾക്കാനോ ഒരു സമൂഹത്തിൻ്റെ ആശയങ്ങൾ കേൾക്കാനോ മാത്രമല്ല. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ പവറുണ്ട്. ആമേൻ. ഒരു ഡുനാമിസ് പവറുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആമേൻ. നിങ്ങൾക്ക് പല കാര്യങ്ങളും അസാധ്യമാണ്, എന്നാൽ സാധ്യമാക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ പവർ, ഒരു ഡിവൈൻ പവർ ഉണ്ട്. അത് നിങ്ങൾ മറക്കരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ കഴിവ് കൊണ്ടും നിങ്ങളുടെ ശക്തി കൊണ്ടും കഴിയാത്ത കാര്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ശക്തിയുണ്ട്. അപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് പറയുകയാണ്, ഞാനിത് നിങ്ങളോട് അറിയിച്ചു കൊണ്ടേയിരിക്കുന്നു, ഞാനിത് നിങ്ങളോട് അറിയിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇന്ന് പകൽക്കാലവും അത് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു ദൈവശക്തി ഉണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും പറയാൻ പറ്റത്തില്ല. മെഷർ ചെയ്യാൻ കഴിയാത്ത, അളക്കാൻ കഴിയാത്തൊരു ദൈവശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് എല്ലാവരും പറയുന്നു, ആ ദൈവശക്തി നിങ്ങൾ വിശ്വസിക്കണം. ആ ദൈവശക്തി വെളിപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ ദൈവശക്തി എനിക്ക് അനുഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരും, നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിന് ദൈവം അവസാനമായി കൊടുക്കുന്ന ദൂതുകളിൽ ഒന്നിതാണ്, നിങ്ങൾ എങ്ങോട്ടും പോകരുത്, നിങ്ങൾ എങ്ങോട്ടും ചലിക്കരുത്. ഒരു ദൈവശക്തി നിങ്ങളുടെ മേൽ അടിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. എത്ര ദൂതുകൾ കേട്ട മനുഷ്യനാണ്, എത്ര വർഷം ദൈവത്തിൻ്റെ കൂടെ നടന്ന മനുഷ്യനാണ്. പക്ഷെ അവൻ്റെ ജീവിതത്തിനകത്തൊരു ചലനം നടക്കുന്നത് ഈ ശക്തി അവൻ്റെ മേൽ അടിച്ചപ്പോഴാണ്. ഹല്ലേലൂയ. പല ദൂതുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, പല ആലോചനകൾ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടാകാം. എന്നാൽ നിങ്ങൾ ഇന്ന് ഈ ദൈവശക്തിയെ കാത്തിരിക്കണം. വചനം പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, ചിറകടിച്ച് കയറും. നിന്നെ കയറ്റുന്നൊരു ശക്തിയുണ്ട്. കരങ്ങളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ട്. അപ്പോൾ ഒന്ന് ദൈവശക്തിയെക്കുറിച്ചുള്ളൊരു പ്രസംഗം. ഹല്ലേലൂയ. അത് പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നു. 2ാമത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗ വിഷയമായിരുന്നു കർത്താവിൻ്റെ പ്രത്യക്ഷത. ആമേൻ. കർത്താവിൻ്റെ പ്രത്യക്ഷത. അപ്പോൾ യേശുവിൻ്റെ മടങ്ങിവരവ്, ആമേൻ, യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷത അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമായിരുന്നു.
അതുകൊണ്ടാണ് അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നത്, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, എല്ലാവരും രക്ഷിക്കപ്പെടേണ്ടതിന് അവൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. അപ്പോൾ പത്രോസിൻ്റെ അടുത്തൊരു പ്രസംഗ വിഷയം എന്ന് പറയുന്നത് കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചായിരുന്നു. എന്നാൽ ഇത് രണ്ടും താൻ പ്രസംഗിക്കാനുള്ളൊരു കാരണം പറയുകയാണ്. ഞങ്ങളിത് രണ്ടും പ്രസംഗിക്കുന്നത് നിർമ്മിച്ചുണ്ടാക്കിയ ചില കഥകൾ അടിസ്ഥാനമാക്കിയല്ല, ചില കെട്ടുകഥകളോ ചില കിളവിക്കഥകളോ അടിസ്ഥാനപ്പെടുത്തിയല്ല ഞങ്ങളിത് പ്രസംഗിക്കുന്നത്. അടുത്തൊരു കാര്യം പറയുകയാണ്, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. ആമേൻ. ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട, ആമേൻ, വിറ്റ്നസ് ഓഫ് ദ ഗ്ലോറി. ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ സാക്ഷികളാണ്. ഹല്ലേലൂയ. ഇന്നത്തെ ഈ ദൂത് നിങ്ങളുടെ അകത്തേക്ക് ഞാൻ വിടുകയാണ്. സ്തോത്രം. ആമേൻ. ഞാൻ മഹിമ കണ്ട സാക്ഷിയാണ് എന്ന് പറഞ്ഞ് എൻ്റെ ഈ പ്രസംഗത്തിനൊക്കെ ആധാരം ഞാൻ ഒന്നിന് സാക്ഷിയാണ്. അതെന്താണ്? ദൈവത്തിൻ്റെ മഹത്വത്തിന് സാക്ഷിയാണ് ഞാൻ. നിങ്ങൾ ഇന്ന് പകൽ ഈ വചനത്തിലൂടെ ഒന്ന് ഇറങ്ങി യാത്ര ചെയ്യുമ്പോൾ വലിയ ചില വിടുതലുകൾ ഇന്ന് പകൽ ഇവിടെ സംഭവിക്കും. ഹല്ലേലൂയ. അപ്പോൾ പറയാണ്, ഞാൻ അവൻ്റെ മഹത്വം കണ്ടു. ആമേൻ. ഞാൻ സാക്ഷിയാണ്. ഈ സാക്ഷി എന്ന് പറഞ്ഞാൽ ഒരു കോടതി ഭാഷയാണ്. ചിലതൊക്കെ കണ്ടു. ആമേൻ, ആമേൻ. ഇപ്പോൾ 5 പേരെ കൊന്ന ഒരു വ്യക്തിയാണെങ്കിലും സാക്ഷിയില്ലെങ്കിൽ ചിലപ്പോൾ തള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ആമേൻ, ആമേൻ, ചെറിയ ഒരു കാര്യമാണെങ്കിലും ഒരു സാക്ഷി സ്ട്രോങ് ആയിട്ട് നിന്നെങ്കിൽ അതിൻ്റെ തെളിവിൽ നിന്നുകൊണ്ട് ആ കേസിനെ വിധിക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ്റിന് കഴിയും. അപ്പോൾ സാക്ഷി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് പറയുകയാണ്, ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ചിലതൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഇന്ന് ഈ തിരുവചനം പറയുമ്പോൾ പറയുന്നു, ചിലതൊക്കെ നിങ്ങൾ കാണണം. ഹല്ലേലൂയ. ദൈവം അത്ഭുതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്, നിങ്ങളത് കാണണം. ദൈവം അടയാളങ്ങൾ ചെയ്യുന്നു, നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കരുത്, കാണണം. ആമേൻ. ദൈവം വഴികളെ തുറക്കുന്നു, നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കരുത്, നിങ്ങളത് കാണണം. സ്തോത്രം. ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും, സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ ചെയ്യും. നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കരുത്, നിങ്ങൾ പറയണം, എനിക്കത് കാണണം, എനിക്കൊരു സാക്ഷിയാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ പറയാറുണ്ട്, ആമേൻ, ഞാൻ കണ്ടില്ലെങ്കിലും വചനത്തിലുണ്ടല്ലോ. ആമേൻ. അതൊരു നല്ല കാര്യമാണ്, പക്ഷെ അത് നല്ല കാര്യമല്ല. ആമേൻ. ചിലർ പറയുന്ന കാര്യമാണ്, ബ്രദറെ, എന്നിലൊന്നും നടന്നില്ലെങ്കിലും വചനത്തിലുണ്ടല്ലോ. പക്ഷെ എൻ്റെ പ്രസംഗം അതല്ല, വചനത്തിലുള്ളത് കാണണമെന്നാണ്. ആമേൻ. കണ്ടില്ലെങ്കിലും വചനത്തിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് തടി തപ്പാൻ വേണ്ടി നിൽക്കരുത്. നിങ്ങൾ ഓരോ വചനങ്ങളും ചൂണ്ടിയിട്ട് പറയണം, ഇത് ഇതിനകത്തുണ്ടെങ്കിൽ അത് ഇതിനകത്ത് വേണം. ആമേൻ. വചനം എന്ന് പറയുന്നത് ഇതിനകത്തിരിക്കാനുള്ളതല്ല, ഇതിനകത്ത് നിന്ന് ഇറങ്ങി 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 അത് ഇതിനകത്ത് വന്ന് വസിക്കാനുള്ളതാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് അതിനൊരു ആമേൻ പറയാൻ പറ്റും? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരുമെന്നുള്ള വചനം ഈ ബൈബിളിനകത്തിരിക്കാനുള്ളതല്ല, അവിടെ നിന്ന് അത് ഇറങ്ങി 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 വന്ന് എൻ്റെ മേൽ അത് വസിക്കാനുള്ളതാണ്. എത്ര വരാം? ഞാൻ നിന്നെ വിശുദ്ധീകരിക്കുന്ന ദൈവം എന്ന വചനം ഈ ബൈബിളിൽ ഇരിക്കാനുള്ളതല്ല, അത് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി വന്ന് എന്നിലകത്ത് വന്ന് വസിക്കാനുള്ളതാണ്. സമാധാനത്തിന് ദൈവം തന്നെ വേഗത്തിൽ നിങ്ങളുടെ ആത്മാവിനെയും ദേഹിയെയും ദേഹത്തെയും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടത്തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ എന്ന വചനം അതിനകത്തിരിക്കാതെ അവിടെ നിറങ്ങി ഇറങ്ങി വന്ന് എൻ്റെ ആത്മാവിനെ എന്റെ ദേഹിയെയും എന്റെ ദേഹത്തെയും അശേഷം ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടത്തക്കവണ്ണം എന്റെ മേലത് വെളിപ്പെട്ടു വരണം എന്ന് പറഞ്ഞാൽ ഈ വചനമൊന്നും എന്റെ പുസ്തകത്തിലിരിക്കാനുള്ളതല്ല, ആ വചനമെല്ലാം എന്നിലിരിക്കാനുള്ളതാണ്. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനെ നിങ്ങൾ ആദ്യത്തെ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ദേ വചനം ഇതിനകത്തുണ്ട്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നീ പറയണം, അല്ല, വചനം ദേ ഇവിടെയുണ്ട്. ഗ്ലോറി, ഗ്ലോറി. ഒരാമേൻ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ.
വചനം ആമേൻ നിങ്ങളോട് ഒരു സമയം നിങ്ങൾ പറയും, ദേ ഇതിനകത്തോട്ട് നോക്ക് വചനം കാണണമെങ്കിൽ. എന്നാൽ അതിൻ്റെ ഒരു കാലം കഴിഞ്ഞിട്ട് പറയണം, വചനം കാണണമെങ്കിൽ ദേ ഇങ്ങോട്ട് നോക്ക്, എൻ്റെ കുടുംബത്തെ നോക്ക്, എൻ്റെ തലമുറയെ നോക്ക്. ഓ കരങ്ങളെ തട്ടി ഞാൻ അങ്ങനത്തെ ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരാൻ പ്രാർത്ഥിക്കുന്നു. വചനം ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒരു തലമുറ, വചനം ജീവിതത്തിൽ കാണുന്ന ഒരു തലമുറ. കൈകളെ അടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. നമുക്കിതൊരു പ്രസംഗമാകരുത്, നമുക്കിതൊരു അനുഭവമായിരിക്കണം, നമ്മുടെ ജീവിത സ്റ്റൈലായിരിക്കണം, നമ്മുടെ ലൈഫ് സ്റ്റൈല് വേണായി തീരട്ടെ. എനിക്ക് ഈ വചനങ്ങളിലൂടെ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഭയങ്കര പ്രതീക്ഷയാ. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഒരു ഭയങ്കര ജനറേഷൻ നമ്മൾ കാണാൻ പോകുക. ഓ അങ്ങനത്തെ ഒരു തലമുറ എഴുന്നേൽപ്പിക്കാൻ പോകുക. വചനം ബൈബിളിലുള്ളതല്ല, വചനം ജീവിതത്തിലുള്ള ഒരു തലമുറ. ഈ കൈകൾ, നിങ്ങളുടെ കൈകളിൽ ആ ബൈബിൾ ഒന്ന് എടുത്ത് ഉയർത്തിപ്പിടിച്ച ഇത്രയും മനോഹരമായ ഒരു പുസ്തകം ഉലകത്തിൽ വേറെ ഒരിടത്തും ഇല്ല. ഈ ഒരു നല്ലൊരു പുസ്തകം നമ്മുടെ കൈകളിൽ ദൈവം തന്നതിനായി നന്ദി. ആ കൈകളിലൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ബൈബിൾ ഉയർത്തിപ്പിടിക്കുക, ഇതൊന്നും ഉയർത്തിപ്പിടിക്കുക, അതിന് നിനക്ക് ബലമുണ്ടാകട്ടെ. ഈ വചനം കർത്താവേ എൻ്റെ പുസ്തകത്തിലല്ല, എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഭയങ്കര കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ ഞാൻ ആ പറഞ്ഞ വാക്ക് ഒരിക്കൽ കൂടി പറയുന്നു. വചനത്തിലുണ്ട് എന്ന് പറയരുത്, മറിച്ച് വചനത്തിലുള്ളത് എന്നിലുണ്ട് എന്ന് പറയാൻ നമ്മുടെ ലൈഫ് മാറും, മാറിയിരിക്കും. ഇതൊക്കെ സംഭവിക്കാൻ പോവുക. നിങ്ങളുടെ ലൈഫിൽ വചനം വെളിപ്പെടാൻ പോവുക, വചനം നിങ്ങളുടെ മുമ്പിൽ തെളിയാൻ പോവുക മക്കളെ. ആമേൻ. അപ്പോൾ പൗലോസ് പറയുകയാണ്, പത്രോസ് പറയുകയാണ്, ഞങ്ങൾ സാക്ഷികളാണ്, ഞങ്ങൾ കണ്ടതാന്നേ. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടു, കേട്ടറിവല്ല, കണ്ടു. ഇതേ കാര്യം തന്നെ യോഹന്നാൻ ആമേൻ അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ തൊട്ടതുമായ ജീവന്റെ വചനം. ഒന്ന് വായിച്ചോ ആ വചനം. എനിക്കിഷ്ടപ്പെടുന്ന വചനം, എനിക്കിഷ്ടപ്പെടുന്ന വചനം. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യമെന്ന് തോന്നുന്നു. 1 യോഹന്നാൻ 1:1 ആദ്യം മുതലുള്ളതും യെസ് ഞങ്ങൾ കേട്ടതും. കേട്ടോ, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും. ഓ ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ. കേട്ടോ ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. ഹല്ലേലൂയ. അല്ലാതെ ഈ പേപ്പറിനകത്ത് എഴുതി വെച്ച അച്ചടി ഭാഷയായിട്ട് വചനത്തെ കാണരുത്. അതിനെ നിനക്ക് കാണണം, നിനക്ക് കേൾക്കണം, നിന്റെ സ്വന്തം കണ്ണോട് നോക്കണം. പറഞ്ഞോ. അപ്പൊ വചനം തൊടാമെന്ന് പറഞ്ഞാൽ തൊടുന്ന അളവിൽ സാധനം വെളിപ്പെടും. ആമേൻ. ഞാൻ ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി. ആരെങ്കിലും ഇതൊക്കെ കണ്ണുമടച്ചങ്ങ് വിശ്വസിക്ക്. വചനം കാണട്ടെ, കേൾക്കട്ടെ, തൊടട്ടെ, അനുഭവിക്കട്ടെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ഞങ്ങൾ ചുമ്മാ ആമേൻ കഥ അറിയാതെ ആട്ടം കാണുന്നവരല്ല. ഞങ്ങൾക്ക് വ്യക്തിപരമായി ചില യാഥാർത്ഥ്യങ്ങൾ അറിയാം. ഇത് സത്യമാണ്. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. പത്രോസ് പറയുന്നു, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. ഞാൻ ചിലത് കണ്ടതാ. ഇന്ന് പകൽ എത്ര പേർ പറയും, ഞാൻ ചിലത് കണ്ടതാ? ഹല്ലേലൂയ. ചിലതൊക്കെ കാണത്തക്കവണ്ണം തുറക്കാൻ പോവാ കണ്ണുകൾ. അപ്പോൾ പത്രോസ് പറയാണ്, ഞാൻ അവന്റെ മഹിമ കണ്ട സാക്ഷിയാണ്. മറ്റൊരു കാര്യം അപ്പോസ്തല പ്രവൃത്തി
2-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് പറയുന്നു, അവനെ പാതാളത്തിൽ വിടുകയില്ല, അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുൻകൂട്ടി കണ്ടു പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. കേട്ടോ കേട്ടോ? അപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഞങ്ങൾ സാക്ഷികളാ. അവൻ ജീവിച്ചിരിക്കുന്നു, ഞങ്ങൾ സാക്ഷികൾ. അവൻ ഉയർത്തെഴുന്നേറ്റു, ഞങ്ങൾ സാക്ഷികൾ. അവന്റെ മഹത്വം ഞങ്ങളുടെ സാക്ഷിയാണ്. അപ്പൊ ചിലതിനൊക്കെ നിങ്ങൾ സാക്ഷിയാകട്ടെ. Glory to God. Hallelujah. പക്ഷെ ഇന്നത്തെ ദൂത് പത്രോസ് വളരെ ആഴത്തിൽ തൊടുന്നൊരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറയാണ്, ഞാനിതെല്ലാം പ്രസംഗിക്കുന്നത്, എൻ്റെ പ്രസംഗത്തിന്റെ ആധാരം ഞാൻ ഒരു അസാധാരണ കാഴ്ച കണ്ടു. അതെന്താണ്? അവന്റെ മഹിമയുടെ സാക്ഷിയാണ്. അതിവിശുദ്ധ പർവ്വതത്തിൽ ഞങ്ങളത് കണ്ടു, അവിടെ വെച്ച് ഞങ്ങൾ കേട്ടു, ഇവൻ ദൈവത്തിന്റെ പുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നുള്ള ശബ്ദം അതിവിശുദ്ധ സ്ഥലത്ത് ഞങ്ങൾ കേട്ടു. എൻ്റെ മിനിസ്ട്രിയുടെ ആധാരം എന്ന് പറയുന്നത് ഈ കാഴ്ചയാണ്. ആമേൻ. കർത്താവ് ഈ വചനം ഒന്ന് നിങ്ങളുടെ മേൽ പൊട്ടിക്കുമ്പോൾ അതെല്ലാ ഏരിയയിലും തൊടട്ടെ, നിങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമാകട്ടെ. എനിക്കിതിനകത്തൂടെ ഒരു ആത്മതലം തൊടണമെന്നും ആഗ്രഹമുണ്ട്. അത് തൊടാൻ കർത്താവ് സഹായിക്കട്ടെ. പത്രോസിന്റെ ജീവിതത്തിൽ ദൈവം എന്തേരം കാര്യങ്ങൾ ചെയ്തു. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കർത്താവ് പത്രോസിന്റെ ജീവിതത്തിൽ ചെയ്തു. ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോവാ. എന്നാൽ അതിൻ്റെ മുകളിൽ ഒരു കാര്യവും ദൈവം ചെയ്യും. ആമേൻ. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോവാ. പക്ഷേ ആ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് നോക്കുമ്പോൾ അതിൽ വലിയൊരു കാര്യം നിങ്ങൾ കണ്ടെത്താൻ പോവാ. എനിക്കറിയില്ല ഇന്ന് ദൈവം നിങ്ങളെ തൊട്ടേ വിടത്തുള്ളൂ. പത്രോസിന്റെ ജീവിതത്തിൽ ദൈവം എന്തൊക്കെയാ ചെയ്തേ? അവനെ അന്ത്രയോസ് എന്ന് പറയുന്ന ഒരുത്തൻ നിർബന്ധിച്ച് പിടിച്ചോണ്ട് വന്നു. ഹല്ലേലൂയ. കേട്ടില്ലേ? അന്ത്രയോസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, ആ വ്യക്തി എന്ത് ചെയ്തു? നിർബന്ധിച്ചുകൊണ്ട് പിടിച്ചോണ്ട് വന്നു. ഇവന് വരണമെന്നൊന്നും ഒരു ആഗ്രഹമില്ലായിരുന്നു, നിർബന്ധിച്ചുകൊണ്ട് കൊണ്ടുവന്ന. പക്ഷേ ഞാനൊരു കാര്യം പറയാം, എടാ, അന്ത്രയോസിനേക്കാളും നീ അനുഗ്രഹിക്കപ്പെടാൻ പോവാ. കേട്ടില്ല? ഇന്ന് ഇതുപോലെ ചിലതിനെയൊക്കെ ഉന്തി തള്ളി ആ കഥ കഴിഞ്ഞ് ഇങ്ങനെ ചവിട്ടി കയറ്റിയൊക്കെ ഉണ്ട്. കേട്ടില്ല? നിന്റെ ഭർത്താവിനെ നീ ഉന്തിക്കൊണ്ടാണ് വന്നേ, നിന്റെ ഭാര്യയെ നീ ഉന്തിക്കൊണ്ടാണ് വന്നേ, ആ ഫ്രീക്കൻ ചെറുക്കനെ നീ ഉന്തിക്കൊണ്ടാണ് വന്നേ. ഓ, ഇവിടെ ചെന്ന ചുമ്മാ കൊട്ടും പാട്ടും അവന്മാർ എന്നാ കാണിക്കുന്ന അറിയത്തില്ല, ഇന്ന് ഇനി എന്താ നിർത്തുന്നെന്ന് അറിയത്തില്ല, ഉന്തിക്കൊണ്ടാണ് വന്നേ. ഞാനൊരു കാര്യം പറയാം, കൊണ്ടുവന്ന അന്ത്രയോസിനെക്കാട്ടിലും ഒരു കാലഘട്ടം കഴിയുമ്പോൾ നീ ആയിരിക്കും സ്ട്രോങ്. അങ്ങനെ ആരൊക്കെ ഇന്ന് പകൽ നിർബന്ധത്താൽ ഇവിടെ കയറി വന്നിട്ടുണ്ട്, നിന്റെ ചരിത്രം തിരിയുന്ന ദിവസങ്ങളായിരിക്കും. ആമേൻ, 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 ആമേൻ. കൈ ഉയർത്തി ആമേൻ പറഞ്ഞു. ആരെങ്കിലും നിർബന്ധിച്ച് ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഉന്തി മരത്തെ കയറ്റിയതല്ല, മറിച്ച് നിന്നെ ആമേൻ ഉന്തി കൃപയിലോട്ട് കയറ്റുകയാണ്. നിന്റെ ചരിത്രം മാറിയിരിക്കും. ഇന്ന് ഇവിടെ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ മടിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ? നിന്റെ കാര്യം തീരുമാനമായിരിക്കുകയാണ്. ആമേൻ. നീ ഒരു വലിയ ഉണർവാകാൻ പോവുക, നീ വലിയൊരു ദൈവപ്രവൃത്തിയാകാൻ പോവുക. കാരണം നിന്റെ മേലൊരു പദ്ധതിയുണ്ട്. നിന്നെ കൊണ്ടുവന്ന വ്യക്തിയെക്കാളും നീ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. ഞാൻ കൊണ്ടുവന്നവരോട് പറയാം, നിങ്ങൾ കൊണ്ടുവന്നത് ഒരു പാഴ് വ്യക്തിയെ അല്ല, പ്രയോജനമില്ലാത്തൊരു വ്യക്തിയല്ല. ദൈവരാജ്യത്തിനും ദൈവസഭയ്ക്കും പ്രയോജനമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ജനത്തെ കൊണ്ടുവരുന്നവരെ, നിങ്ങൾ ദൈവരാജ്യത്തിന് വലിയ കാര്യങ്ങളെ കൊണ്ടുവരികയാണ്. വിശ്വസിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ.
പത്രോസ് ആദ്യം യേശുവിന്റെ അടുക്കൽ നിർബന്ധത്താൽ വന്നു. അന്ന് അവനോട് ഒറ്റ ദൂത് പറഞ്ഞു വിട്ടു, നിന്റെ പേര് ഞാൻ മാറ്റും. നിന്റെ ഇന്ന് കുറെ പേരുണ്ടല്ലോ, അത് ഞാൻ മാറ്റും. അന്നത്തെ പത്രോസിന്റെ പേര് ശീമോൻ എന്നായിരുന്നു, ഞാങ്ങണ. ഹല്ലേലൂയ. പറഞ്ഞു, ഈ ഞാങ്ങണ എന്ന് പറഞ്ഞ അവന്റെ സ്വഭാവമായിരുന്നു. ഞാൻ നിന്നെ മാറ്റും. നമുക്ക് നമ്മുടെ സ്വഭാവമൊക്കെ അനുസരിച്ച് കുറെ പേര് കുറെ പേരിട്ടിട്ടില്ലേ? ഇല്ലേ? ഹല്ലേലൂയ. വട്ടപ്പേരും ഒക്കെ ഇട്ടിട്ടില്ലേ? ആ പേരൊക്കെ മാറും. ഹല്ലേലൂയ. ആ പേരൊക്കെ മാറി, നാട്ടുകാരിട്ടതും വീട്ടുകാരിട്ട പേരൊക്കെ മാറ്റി അപ്പം നിനക്കൊരു പേരിടാൻ പോവുക. നീ ഞാങ്ങണയല്ല, നീ അവൻ വടി വെക്കുന്നിടത്ത് കൊട വെക്കാത്തവനല്ല. ആ പേരെല്ലാം മാറാൻ പോവാണ്. നിന്നെ ഒരു സ്ട്രോങ് പേഴ്സൺ ആക്കി ദൈവം മാറ്റാൻ പോവുക. ഇന്ന് ഇതിനകത്ത് വന്നിരിക്കുന്ന ചില ജീവിതങ്ങളെ സ്ട്രോങ് പേഴ്സൺ ആക്കി ദൈവം മാറ്റാൻ പോകുക. വിശ്വസിക്കുന്നവർ കൈയൊന്ന് ഉയർത്തി ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവുമായിട്ട് താൻ കണ്ടുമുട്ടുന്ന അന്നേ ആദ്യത്തെ തനിക്ക് അനുഭവം തൻ്റെ പേര് മാറ്റി. പക്ഷേ പേരൊക്കെ മാറി പിന്നെ അവനങ്ങ് പോയി. പിന്നെ അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നില്ല. പക്ഷെ യേശു അവൻ്റെ അടുക്കിലേക്ക് വന്നു. കേട്ടില്ല? യേശു അവൻ്റെ അടുക്കിലേക്ക് വന്നു. നീ ഒരു സമയമെങ്കിലും യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ക്രിട്ടിക്കൽ ടൈമിൽ യേശു നിന്റെ അടുക്കിലേക്ക് വന്നിരിക്കും. യേശു നിന്റെ അടുക്കിലേക്ക് വരുന്നത് എങ്ങനെയായിരിക്കും? ചിലപ്പോൾ ഒരു അഭിഷക്തനിലൂടെ ആയിരിക്കാം, ഒരു ഇടയനിലൂടെ ആയിരിക്കാം, ഒരു വചനത്തിലൂടെ ആയിരിക്കാം, ഒരു പ്രവാചകനിലൂടെ ആയിരിക്കാം, ഒരു സുവിശേഷങ്ങളിലൂടെ ആയിരിക്കാം. കർത്താവ് പിന്നെയും നിന്റെ അടുക്കിലേക്ക് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത് പത്രോസിന്റെ അടുക്കൽ യേശു വരുമ്പോൾ അവന്റെ സാഹചര്യം നിങ്ങൾക്കറിയാം. ലൂക്കോസ് 5-ാം അധ്യായം. ശൂന്യമായ പടകുമായിട്ട് അവൻ നിൽക്കുകയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ശൂന്യമായ പടകുമായിട്ട് അവൻ നിൽക്കുമ്പോൾ യേശു അവൻ്റെ പടകിൽ കയറി ഇരുന്നു. ഒന്നും ആദ്യം അത്ഭുതം ചെയ്തില്ല. വചനം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. കേട്ടില്ല? ആദ്യം അത്ഭുതം ഒന്നും ചെയ്തില്ല, വചനം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ചിലരും പറയുന്നതാണ് ഇങ്ങോട്ട് ഈ കഥ തുറന്ന് വരുന്ന ഉടനെ വിടുതലാണെന്ന്. അങ്ങനെയൊന്നും വിടുതലില്ല. കുറച്ച് നേരം വചനം നീ കേക്ക്. കേട്ടില്ല? കുറച്ചു നേരം എന്ത് കേക്ക്? വചനം കേക്ക്. ഹല്ലേലൂയ. ചെന്നുടനെ യേശു അപ്പം വർദ്ധിപ്പിച്ചൊന്നുമില്ല. 3 ദിവസം ഇരുത്തി വചനം കേൾപ്പിച്ചു. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് പറ, ചെന്നുടനെ ബണ്ണ് മേടിച്ചുകൊണ്ട് വരാൻ ഇത് ടൗൺ ബേക്കറി അല്ലെന്ന് പറ. ഇവിടെ വന്ന് കുറച്ച് നേരം വചനം കേൾക്കണം. ഗ്ലോറി. നമുക്ക് യേശുവിൻ്റെ സിസ്റ്റമാണ്. ആ ഉറങ്ങുന്നവരൊക്കെ ഒന്ന് പതിയൊന്ന് തട്ടി ഉണർത്തി പറഞ്ഞേട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ നാട്ടിലൊരു കടക്കാരനുണ്ട്. ചിലരെ വരുമ്പോഴേ ചോദിക്കൊന്നും വേണ്ട, വരുമ്പോഴേ 5 പൊറോട്ട എടുത്ത് വെക്കും. ആ പൊറോട്ട നിറഞ്ഞ ഒരു ചെരുവം പോലത്തെയാ. വരുമ്പോഴേ എന്ത് ചെയ്യും? ചേട്ടായി എനിക്ക് പൊറോട്ട വെക്കണം എന്നല്ല പറഞ്ഞത്. പുള്ളി അവൻ അവിടെ നിന്ന് വരുമ്പോഴേ പുള്ളി 4-5 പൊറോട്ട എടുത്ത് വെച്ചേക്കുക. കാരണം പുള്ളിക്ക് അറിയാം ഇവൻ്റെ ദൈവം. അങ്ങനെ ടൗൺ ബേക്കറിലെ അച്ചാനല്ല ഇത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നിന്റെ കുടൽ മാത്രം നിറച്ചു വിടുന്നവനല്ല, നിന്റെ ജീവിതത്തെ മുഴുവൻ നിറച്ചു വിടുന്നവനാണ് ഈ ദൈവം. കൈകളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. യേശു വന്ന ഉടനെ നമ്മളെല്ലാവരും വന്ന ഉടനെ അങ്ങ് അത്ഭുതം ചെയ്യണമെന്ന് പറഞ്ഞത്. കർത്താവിന്റെ സിസ്റ്റം അങ്ങനെ അല്ല കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. എത്തിയും വലിഞ്ഞും ഉരുണ്ടുമൊക്കെ കയറി വന്നപ്പം അവരെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞിട്ട് സൗഖ്യമാക്കുന്നില്ല. മലയിലോട്ട് കയറിയിട്ട് 3 ദിവസം വചനം പറഞ്ഞു കൊടുത്തു. വചനം പറഞ്ഞ ശേഷം അവൻ രോഗികളെ സൗഖ്യമാക്കി. വിശന്ന് പുരഞ്ഞൊരു കൂട്ടം ജനം അവൻ്റെ അടുക്കൽ വന്നു. യേശു പറഞ്ഞു, ഈ ജനം 3 നാളായി നമ്മുടെ കൂടെ ഇരിക്കുന്നു. ഇവരെ ഇങ്ങനെ വിട്ടാൽ അവർ വഴിയിൽ തളർന്നു പോകും. അവരെ പിടിച്ചിരുത്തി വചനം കൊടുത്ത ശേഷം അവർക്ക് അപ്പം കൊടുത്തു വിട്ടു. എത്രവർക്ക് ആമേൻ പറയാൻ പറ്റും? ലാസറിന്റെ കല്ലറയിലേക്ക് ചെന്ന് ഇറങ്ങി വാ ലാസറേ എന്ന് പറഞ്ഞില്ല.
അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ മറ്റൊരു പ്രസംഗം നടത്തി. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഉയർപ്പിന്റെ സന്ദേശം കൊടുത്ത ശേഷം പറഞ്ഞു, ലാസറേ നീ പുറത്തു വരിക. ശൂന്യമായി പടകുമായി ഇരുന്നവന്റെ പടകിലേക്ക് കയറി നിറച്ചില്ല. ആ പടകിൽ ഇരുന്നു കൊണ്ട് പുരുഷാരത്തോട് മുഴുവൻ അവൻ വചനം പറഞ്ഞ ശേഷം അവന്റെ പടകിനെ നിറച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, കുറച്ചു സമയം വചനം കേൾക്കാൻ നിനക്ക് പറ്റുമോ? കുറച്ചു സമയം വചനം കേൾക്കാൻ നിനക്ക് പറ്റുമോ? കുറച്ചു സമയം നീ വചനത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റുമോ? അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിന്റെ പടക് നിറഞ്ഞിരിക്കും, നിന്റെ വയറ് നിറഞ്ഞിരിക്കും, നിന്റെ കുടുംബം നിറഞ്ഞിരിക്കും, നിന്റെ രോഗം മാറിയിരിക്കും, നിന്റെ കെട്ടുകൾ പൊട്ടിയിരിക്കും. കാരണം അവൻ വചനമയച്ച് നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. കൈകളെ ഉയർത്തി ഒരാമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പടകിൽ കയറിയിരുന്നു, പുരുഷാരത്തോട് സംസാരിച്ചു. അടുത്തൊരു വാക്കുണ്ട്, സംസാരിച്ച് തീർന്ന ശേഷം. സംസാരിച്ച് തീർന്നപ്പോൾ അമ്മ പറഞ്ഞേട്ടാ, അപ്പോൾ നീ ഇടയ്ക്ക് കയറുന്ന ഇങ്ങനെ താടിക്ക് കൈ കൊടുത്ത് നോർത്തുകൊണ്ട് കർത്താവ് ഒന്നും ചെയ്യത്തില്ല കേട്ടോ. കർത്താവിന് എന്തൊക്കെ പറയാനുണ്ടോ പറഞ്ഞ് തീർന്നിട്ടേ ചെയ്യത്തുള്ളൂ. കേട്ടെ, പറഞ്ഞ് തീർന്നപ്പോ. ഹല്ലേലൂയ. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, അവൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോ, പ്രാർത്ഥന തീർന്നപ്പോ. അപ്പൊ കർത്താവ് ചില കാര്യം പറയാനുള്ളത് പറയും, പ്രാർത്ഥിക്കാനുള്ളത് പ്രാർത്ഥിക്കും. എല്ലാം ചെയ്തിട്ടേ നിന്റെ വ്യക്തിപരമായ വിഷയത്തോട് കയറത്തുള്ളൂ. പക്ഷെ നീ അവിടെ ഇരുന്ന വചനം കേട്ടാൽ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ. അശൂന്യമായ പടകിൽ കയറിയിട്ട് അവൻ പുരുഷത്താരടുത്ത് സംസാരിച്ചു. സംസാരിച്ച് തീർന്ന ശേഷം അവൻ്റെ കണ്ണുകൾ പതിയെ പതിയെ തിരിഞ്ഞ് ശീമോനോട് ചോദിച്ചു, സ്തോത്രം, ആഴത്തിലേക്ക് നീട്ടി വലയിടുക. ആഴത്തിലേക്ക് നിന്റെ പടകൊന്ന് ഇറക്കാമോ? എന്തായിരുന്നു മോനെ പറഞ്ഞത്? ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ. ഹല്ലേലൂയ. നീ കുറെ സമയം കേക്ക്. അത് കഴിയുമ്പോൾ പുരുഷാരത്തോടല്ല, വ്യക്തിപരമായി നിന്നോട് ഇടപെടുവാൻ ഈ ദൈവം തിരിയും. ഇന്ന് നീ ഒരു കൂട്ടത്തിനകത്തായിരിക്കും ഇരിക്കുന്നത്. എന്നാൽ ചില സമയങ്ങൾ കഴിയുമ്പോൾ നിന്റെ വ്യക്തിപരമായ വിഷയത്തിലേക്ക് ദൈവം ഇറങ്ങും കേട്ടോ. ഇതൊരു പ്രവചനം പോലെ ഞാൻ പറയുകയാണ്. ഇന്ന് നീ കൂട്ടത്തിൽ ഒരു ഇരുന്ന് വചനം കേൾക്കുകയാണ്. എന്നാൽ ചില മിനിറ്റുകൾ കഴിയുമ്പോൾ നിന്നിലേക്ക് അവൻ്റെ കണ്ണുകൾ തിരിയും. നിന്റെ വേദനകളിലേക്ക് കണ്ണുകൾ തിരിയും, നിന്റെ വിഷയത്തിലേക്ക് കണ്ണുകൾ തിരിയും. ഞാൻ ഇന്ന് ആത്മാവിൽ പറയുന്നു, ഇതിനകത്ത് വന്നിരിക്കുന്ന ചില വ്യക്തികളുടെ വ്യക്തിപരമായ വിഷയത്തിലേക്ക് കർത്താവ് തിരിയുന്നത് ഞാൻ കാണുന്നു. കർത്താവ് തിരിയുന്നത് ഞാൻ കാണുന്നു. ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വ്യക്തിപരമായ വിഷയത്തിലേക്ക് ദൈവം തിരിയുന്നത് കാണുന്നു. അതിലൊന്ന് ഞാനാണ്. എൻ്റെ ചില വ്യക്തിപരമായ വിഷയത്തിലേക്ക് എൻ്റെ അപ്പ തിരിയുകയാണ്. നിങ്ങൾ ഈ ദൂത് ഏറ്റെടുക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പക്ഷെ ഞാൻ ഇന്ന് ഈ ദൂത് ഏറ്റെടുക്കുന്നു. എൻ്റെ ചില വ്യക്തിപരമായ വിഷയത്തിലേക്ക് എൻ്റെ അപ്പൻ തിരിയുകയാണ്. എൻ്റെ അപ്പൻ തിരിയുകയാണ്. ഓ, ഈ ദിനങ്ങളിൽ ചില പുതിയ ഡയറക്ഷൻസുകൾ, ചില പുതിയ ഡോറുകൾ, ചില പുതിയ അഡ്വൈസുകൾ എനിക്ക് തരാൻ എന്റെ ദൈവം എന്നിലേക്ക് തിരിയുകയാണ്. പിടിക്കണം, ദൂത് പിടിച്ചോണം. ഇന്ന് ഞാൻ ഇതിനകത്തിരിക്കുന്ന ചിലരോട് പറയുന്നു, നിന്നെ കൂട്ടത്തിൽ ഒരാളെ പോലെ ട്രീറ്റ് ചെയ്ത് വിടത്തില്ല. ഏറ്റെടുക്കാൻ പറ്റുമോ? നിന്നെ കൂട്ടത്തിൽ ഒരാളെ പോലെ ട്രീറ്റ് ചെയ്ത് വിടത്തില്ല. നിന്നെ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യാൻ എൻ്റെ കർത്താവ് ഇവിടെ ഉണ്ട് കേട്ടോ. നിന്നെ സ്പെഷ്യലായിട്ട് നിന്റെ വിഷയത്തെ പരിഹരിക്കാൻ എൻ്റെ കർത്താവ് ഇതിന് നടുവിൽ ഉണ്ട് കേട്ടോ. സ്പെഷ്യലായിട്ട് നിന്റെ ചില വിഷയങ്ങളെ ഏറ്റെടുത്ത് ചെയ്യാൻ കൂട്ടത്തിലുള്ളവർ പോയാലും നിനക്ക് വേണ്ടി നിന്ന് ചില വിഷയങ്ങൾ പരിഹരിച്ചിട്ട് എൻ്റെ കർത്താവ് ഇന്ന് പകൽ പോകത്തുള്ളൂ. വിശ്വസിക്കുന്നവർ പറ, അത് എൻ്റെ ദൂതാണ്. എന്നെ ഇന്ന് കർത്താവ് വ്യക്തിപരമായി കാണാൻ പോകുകയാണ്, വ്യക്തിപരമായി ഇടപെടുവാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ, വിശ്വസിക്കാൻ തയ്യാറായിക്കോ. ഈ വചനത്തെ ചിലർ പിടിച്ചെടുക്കുക. എന്റെ വ്യക്തിപരമായി ദൈവം ശ്രദ്ധിക്കാൻ പോകുകയാണ്. ഇന്ന് ഇതിനകത്ത് 100 പേരോ 200 പേരോ 400 പേരോ 500 പേരോ ഉണ്ടായിരിക്കാം. പക്ഷെ ഈ 500-ൽ ഒരുവനായിട്ട് ദൈവം നിന്നെ കാണത്തില്ല. ഇതിനകത്ത് നീ മാത്രമുള്ളതുപോലെ, നീ മാത്രമുള്ളതുപോലെ ദൈവം നിന്നോട് സംസാരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ.
അങ്ങനെയാണ് എൻ്റെ ദൈവം, അങ്ങനെയാണ് എൻ്റെ ദൈവം, അങ്ങനെയാണ് എൻ്റെ ദൈവം. അങ്ങനെയാണ് എൻ്റെ ദൈവം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എന്നോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ എപ്പോഴും ഒരു വാക്ക് പറയാറുണ്ട്. ഈ ഭൂമിയിൽ സ്തോത്രം ഇല്ലെങ്കിലും, ഞാൻ മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിലും, ഞാൻ തനിച്ചൊരു വ്യക്തി മാത്രമാണെങ്കിലും എനിക്ക് വേണ്ടി അവൻ വരുമായിരുന്നു, എനിക്ക് വേണ്ടി അവൻ മരിക്കുമായിരുന്നു, എനിക്ക് വേണ്ടി അവൻ രക്തം തരുമായിരുന്നു, എന്നെ വീണ്ടെടുക്കുമായിരുന്നു. കാരണം അവൻ എന്നെ വിലയേറിയവനും മാന്യനുമായി കണ്ടിരിക്കുന്നു. ഞാൻ ആത്മാവിൽ പറയുന്നു, നിനക്ക് വേണ്ടി തന്നെ ദൈവം ചിലത് ചെയ്തിരിക്കും. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ആമേൻ. ഓ റബ കാസിയ പ്രൗഢ ശൈദല റബ. ഓ അവനിലേക്ക് മെല്ലെ തിരിഞ്ഞു അവനോട് പറഞ്ഞു, നീ ആഴത്തിൽ മീൻപിടുത്തത്തിന് വലയിറക്കുവിനെന്ന് പറഞ്ഞു. അപ്പോഴാണ് അകത്ത് നിന്ന് നെഞ്ചു പൊട്ടുന്നൊരു ശബ്ദം. അതാ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഇന്നലകളിലെ നിന്റെ ജീവിതത്തിന്റെ ചരിത്രം ഈ ഒരു ഒറ്റ വാക്യത്തിന് കാണത്തില്ലേ? ഒന്നുമില്ലല്ലോ കയ്യില്. അധ്വാനം കൂടുതലും പ്രോഫിറ്റ് കുറവുമുള്ളൊരു ജീവിതമല്ല നിന്റെ ജീവിതം. നീ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, നിന്റെ കഴിവിൻ്റെ പരമാവധി നീ ശ്രമിക്കുന്നുണ്ടല്ലോ, നിന്റെ അറിവിൻ്റെ പരമാവധി നീ ശ്രമിക്കുന്നുണ്ടല്ലോ. ഒരു ചെറിയ സാധ്യതയുണ്ടെങ്കിൽ അവിടെയും നീ നിന്റെ വലകൾ, നിന്റെ കഴിവുകൾ എടുത്തിടുന്നുണ്ടല്ലോ. എന്നിട്ടും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ശൂന്യത മാത്രമല്ലേ സഹോദര, ശൂന്യത മാത്രമല്ലേ സഹോദരി. പക്ഷെ ഇന്ന് പകൽക്കാലം ഇങ്ങനെ നിന്നെ വിടത്തില്ല കേട്ടോ. നിന്റെ ഇന്നലത്തെ ചില ചരിത്രങ്ങളെ, ചില പദങ്ങളെ തിരുത്തി പറയിക്കുന്ന നിലകളിൽ ദൈവം ചില കാര്യങ്ങൾ ഇന്ന് പകൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എനിക്കറിയാം ഇന്ന് പകൽ ഒരു ഭയങ്കര വിടുതൽ ഇതിന്റെ നടുവിൽ നടക്കുമെന്ന് എനിക്കറിയാം, എനിക്കറിയാം, എനിക്കറിയാം. ഒത്തിരി പരിശ്രമിച്ചിട്ടും ഒത്തിരി അധ്വാനിച്ചിട്ടും ഒന്നും മിച്ചമില്ലാത്ത, ഒന്നും കൈകളിലില്ലാത്ത ശൂന്യമായ തുരുത്തികളുമായി, ശൂന്യമായ പേഴ്സുമായി, ശൂന്യത മാത്രം അവകാശപ്പെടുന്ന ചിലർ ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുന്നുണ്ട്. നിന്നെ ഉദ്ദേശിച്ചാണ് ദൈവം ഈ വചനം പറയുന്നത്. നിന്റെ ജീവിതത്തിൽ ഈ ദിനങ്ങളിൽ ഇന്നലത്തെ വേദനയുടെ പദങ്ങൾ ഇനി പറയാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കാര്യങ്ങളെ ദൈവം ഡീൽ ചെയ്യാൻ പോകാം. ഞാൻ പറഞ്ഞ വാക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നവർ നിന്റെ വിഷയത്തെ ദൈവം ഡീൽ ചെയ്യാൻ പോകാം. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, ഇന്ന് പകൽ ഡീലിംഗിന്റെ പകല. നിങ്ങൾ കയറി പിടിക്കുന്നില്ലല്ലോ, നിങ്ങൾ കയറി പിടിക്കുന്നില്ലല്ലോ, നിങ്ങൾ ദൂതുകൾ കയറി പിടിക്കുന്നില്ലല്ലോ, നിങ്ങൾ ദൈവശബ്ദങ്ങൾ കയറി പിടിക്കുന്നില്ലല്ലോ. ഓ സ്തോത്രം, സ്തോത്രം. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധയോടിരുന്നോണം, കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധയോടിരുന്നോണം. ആമേൻ. ഇന്ന് പകൽ ഡീലിംഗിന്റെ പകലാണ്, നിന്റെ ഡീലിംഗിന്റെ പകല. ചില ഡീലുകൾ ഇന്ന് പകൽ നടന്നിരിക്കും. ഒരു ഡീലിംഗ്, ഡീലിംഗ്. ഓ നിന്റെ ഇന്നലത്തെ പരാതികളും നിന്റെ ഇന്നലത്തെ നഷ്ടങ്ങളും ഇന്നലത്തെ നിന്റെ തകർച്ചകൾക്കുമെല്ലാം ഇന്നൊരു പരിഹാരം ഉണ്ടായിരിക്കും. ഒരു ദൈവത്തിന്റെ പ്രൊവിഷൻ ഉണ്ടാകും, ഒരു ദൈവത്തിന്റെ റൂട്ട് ഉണ്ടാകും, ഒരു ദൈവത്തിന്റെ വഴിവെട്ടിയിരിക്കും. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. യേശുവേ ചിലർ ഇവിടെ വന്ന് വെറുതെ ഇറങ്ങിപ്പോകാറുണ്ട്. എന്നാൽ ഇതിനകത്തിരിക്കുന്ന ചിലർ ഇവിടെ ഞാൻ പ്രസംഗിക്കുന്ന ചില ദൂതുകൾ പിടിച്ച് എഴുതി വെച്ച് പ്രാർത്ഥിച്ച് പോകാറുണ്ട്. 1-2 ആഴ്ച കഴിയുമ്പോൾ അവരത് ടെസ്റ്റ് മണിയായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഇവിടെ 1 ദൂതോ 2 ദൂതോ ഇല്ല ഇടുന്നത്. ദൈവം ഇവിടെ മഴ പെയ്യിക്കുന്നത് പോലെ ദൈവത്തിന്റെ ദൂതുകൾ ഇവിടെ ഇട്ടിരിക്കുകയാണ്. നിനക്ക് ആവശ്യമുള്ളത് നീ പെറുക്കിയെടുക്കുക, അതിനെ കൊണ്ടുപോയി ദൈവ സാന്നിധ്യത്തിൽ കൊണ്ടുവെക്കുക. അഹരോന്റെ അവൻ വടി തളർത്തതുപോലെ അത് പെട്ടെന്ന് തളർത്ത്, അത് പെട്ടെന്ന് പൂത്ത്, അത് പെട്ടെന്ന് ഫലം കായ്ച്ചിരിക്കും.
പെറുക്കിക്കൊണ്ട് പോകണം. അറബൽ ഘടകതന എത്ര പേർ ദൂതേറ്റെടുക്കുന്നു? പെറുക്കിക്കൊണ്ട് പോകണം. ഇവിടെ വീഴുന്ന ദൂതുകൾ പെറുക്കിക്കൊണ്ട് പോകണം. അത് കിളുക്കുന്നതാണ്, അത് പെട്ടെന്ന് ഫലം തരുന്നതാണ്. ആമേൻ. ഇവിടെ ദൂതുകൾ ഇറങ്ങുന്നു. ഞാൻ ആത്മാവിൽ മനസ്സിലാക്കുന്നു, ആമേൻ, സ്വർഗത്തിൽ നിന്ന് ചിലത് ഈ ജനത്തിലേക്ക് ദൈവം വർഷിപ്പിക്കുകയാണ്. ഒരു മഴ പെയ്യുന്നത് പോലെ ആശിഷമാരി ഈ ജനത്തിലേക്ക്, അനുഗ്രഹത്തിന്റെ മഴ ദൈവം ഈ ജനത്തിലേക്ക്. ഹന്തര ജദാസി ശബാ ലഗസിയ. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പങ്കുവച്ചപ്പോൾ ഒരു വചനം നിങ്ങൾക്കായി തന്നിരുന്നു. ആ വചനം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കട്ടെ. ആമേൻ. യെഹെസ്കേൽ പ്രവചനം 34 അധ്യായം. ആശീഷം മാറി ആശീഷം പെയ്യണമേ. ആമേൻ. കൃപകൾ പെയ്യുന്നു ചാരി വൻമഴ ദൈവമേ. Yes Lord. ഓ ആശീഷം മാറി ആശീഷം പെയ്യണമേ. കൃപകൾ പെയ്യുന്നു ചാറി, കൃപകൾ പെയ്യുന്നു ചാറി. 26ാമത്തെ വാക്യം. 26ാമത്തെ വാക്യം. ഞാൻ അവയെയും എന്റെ കുന്നിനും ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഒരു അനുഗ്രഹമാക്കി വെക്കും. ആരെങ്കിലും ഉണ്ടോ? പോരല്ല. ആരെങ്കിലും ഉണ്ടോ? നിന്നെ ഒരു അനുഗ്രഹമാക്കി അങ്ങ് വെക്കും. എന്നിട്ട് അടുത്ത വാക്ക് എന്നാ പറയുന്നേ? ഞാൻ തക്ക സമയത്ത് മഴ പെയ്യിക്കും, അത് അനുഗ്രഹകരമായ മഴയായിരിക്കും. ഞാൻ തക്ക സമയത്ത് മഴ പെയ്യിക്കും. ആ അനുഗ്രഹം, മഴയുടെ പേരുണ്ട് അനുഗ്രഹത്തിന്റെ മഴ. അതാ ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. ആമേൻ, 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 ആമേൻ. ഒരു അനുഗ്രഹത്തിന്റെ മാരി ദൈവം ഇവിടേക്ക് അയക്കുന്നുണ്ട്. ചിലർ അതിനകത്ത് ആമേൻ ആമേൻ കുതിരാൻ പോകുകയാണ്. ആമേൻ. പത്രോസിന്റെ ലൈഫിൽ ശൂന്യമായ പടക് ദൈവം അവനിലേക്ക് തിരിഞ്ഞു, ചോദിച്ചു, നീ ആഴത്തിലേക്ക് നീക്കി വലയെറിയുക. അവൻ പറഞ്ഞു, നാഥാ, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും എൻ്റെ കയ്യിലില്ല. ആമേൻ, ആമേൻ. പക്ഷെ അവിടെ നിന്നുകൊണ്ട് ഞാൻ അടുത്തൊരു ദൂത്, ഒരു സമർപ്പണത്തോടെ പറയുന്നു, എന്നാൽ നിന്റെ വാക്കിന് മിണ്ടുന്നില്ല, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, നീ പരാജയപ്പെട്ട അതേ സ്ഥലത്ത് തന്നെ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നീ വീണ്ടും ചിലത് തുടങ്ങാൻ പോകുകയാണ്. ബിസിനസ്സുകൾ പരാജയപ്പെട്ടവർ, കുടുംബങ്ങൾ തകർന്നവർ, നിങ്ങൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഈ ദൂത് ഏറ്റെടുത്തോണം. നീ പരാജയപ്പെട്ട സ്ഥാനത്ത് തന്നെ ദൈവത്തിൻ്റെ ഒരു വാക്ക് കേട്ട് നീ ചിലത് തുടങ്ങാൻ പോകുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലതും കൂടെ നീ ആരംഭിക്കുന്ന ദിനങ്ങളാണ് ഈ ദിനങ്ങൾ. ഓ റബ്ബ, അതിന് ആധാരം നിന്റെ ബാങ്ക് ഡെപ്പോസിറ്റ് അല്ല, അതിന് ആധാരം നിന്റെ കയ്യിലെ സ്തോത്രം സമ്പത്തല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഒരു വാക്ക്, ദൈവത്തിൻ്റെ ഒരു വാക്ക്. ഇന്ന് പരിശുദ്ധാത്മാവ് ചിലത് നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോകുകയാണെന്ന് കർത്താവ് എന്നോട് വിശ്വസിക്കുന്നവർ രാമയും പറഞ്ഞാട്ടെ. കഴിഞ്ഞ സൺഡേ ഇവിടെ വന്ന് ശുശ്രൂഷിച്ച ദൈവ മനുഷ്യനോട് പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങളുടെ ചർച്ചിലേക്ക് ഇനി ഒത്തിരി ബിസിനസ്സുകാരെ അയക്കുമെന്ന്, ആമേൻ, വലിയ അങ്ങനെയുള്ളവരെ അയക്കുമെന്ന് മാത്രമല്ല എന്നോട് കർത്താവ് പറഞ്ഞത്, മറിച്ച് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരുടെ സിറ്റുവേഷൻ മുഴുവൻ ഞാൻ ചേഞ്ച് ചെയ്ത്, ഹല്ലേലൂയ, അവരെ ഞാൻ ഒരു ഉന്നത കരങ്ങളിൽ എത്തിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ അവരെ വേർതിരിക്കുമെന്ന് ഒരു ദൈവശബ്ദം ഞാൻ കേട്ടു പാസ്റ്ററെ എന്ന് എന്നോട് കഴിഞ്ഞ സൺഡേയിൽ വന്ന് പാസ്റ്റർ പറഞ്ഞു. ഞാൻ ഇന്ന് പകൽ അതേ പ്രവചനം നിങ്ങളുടെ നടുവിൽ
അറിവിലേക്ക് വീണ്ടും അയക്കുന്നു. നിങ്ങളെ തന്നെ ദൈവം ഒരു അനുഗ്രഹ വിഷയമാക്കി മാറ്റാൻ പോകുകയാണ്. നീ വീണ്ടും ചിലത് തുടങ്ങും, നീ വീണ്ടും ചിലത് ആരംഭിക്കും, നീ വീണ്ടും ചിലതിന് അടിത്തറകൾ ഇടും, വീണ്ടും ചില സ്റ്റെപ്പുകൾ നീ വെക്കാൻ പോകുകയാണ്. പരാജയപ്പെട്ടിടത്ത് തന്നെ ദൈവം നിന്നെ വീണ്ടും നിർത്താൻ പോകുകയാണ്. നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. പിന്നെ അവൻ അമാന്തിച്ചില്ല, അവൻ പെട്ടെന്ന് തന്റെ വലയെടുത്തിട്ടു. ആമേൻ പറഞ്ഞേ. അടുത്ത വാക്ക് പറയുന്നത്, ദൈവം അവന്റെ വല നിറയുന്ന അളവിൽ, ആമേൻ, അവന്റെ പടക് മുങ്ങുമാറ്, അവന്റെ വല കീറാതെ അവനെയും അവന്റെ കൂട്ടത്തിലുള്ളവർക്കും എല്ലാം കൊടുക്കുന്ന നിലയിൽ വലിയൊരു മീൻ അവന്റെ പടകിൽ അകപ്പെടുത്തി. ഇങ്ങനെ വാക്കുകളൊക്കെ ഭയങ്കര അകപ്പെടും ചിലതൊക്കെ. ഓ, കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞു. ആമേൻ, ആമേൻ, ആമേൻ. ഇങ്ങനത്തെ ഒരു ദൈവം ഉണ്ട് കേട്ടോ, ഇങ്ങനത്തെ ഒരു ദൈവം ഉണ്ട് കേട്ടോ. വിശ്വസിക്കുന്ന ഒരു ആമേൻ പറഞ്ഞാട്ടെ. നിന്റെ ഇപ്പോഴത്തെ ആവശ്യം എന്തോ അത് പരിഹരിക്കുന്ന ഒരു ദൈവം ഉണ്ട് കേട്ടോ. നിന്റെ ഉപജീവന മാർഗത്തിന്റെ ആമേൻ വിഷയങ്ങളെ പരിഹരിക്കുന്ന ഒരു ദൈവം ഉണ്ട് കേട്ടോ. നിന്റെ കുടുംബം പുലർത്താനുള്ള വഴികൾ തുറക്കുന്ന ഒരു ദൈവം ഉണ്ട് കേട്ടോ. ഉണ്ട്. ഹല്ലേലൂയ. ഉണ്ട്. അവന്റെ പടകിനെ നിറച്ചു, അവന്റെ വലയെ നിറച്ചു, അവനെ ഒരു അത്ഭുത വിഷയമാക്കി. നിങ്ങൾ എത്ര പേര് ആമേൻ പറയുന്നു? ഹല്ലേലൂയ. നിനക്കധികം ചില സ്ഥലത്ത് ദൈവം തരും, ചില സ്ഥലത്ത് നിനക്കവൻ ആവശ്യത്തിന് തരും, ചില സ്ഥലത്ത് നിനക്കവൻ അധികം തരും. ഒന്ന് വിശ്വസിച്ച്, ചില സ്ഥലത്ത് അവൻ ആവശ്യത്തിന് തരും, ചില സ്ഥലത്ത് അവൻ അധികം തരും. നിങ്ങൾ വിശ്വസിച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ തരുന്നൊരു ദൈവത്തിന് കൈകളെ ഉയർത്തി ഒരു ആരാധന കൊടുത്താട്ടെ. പക്ഷെ അതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോ, അവന്റെ ശൂന്യത പരിഹരിച്ചു കഴിഞ്ഞപ്പോ, അവനാ പടകും വലയും മീനും ഒന്നും നോക്കി നിന്നില്ല. അവൻ യേശുവിന്റെ പുറകെ അനുഗമിച്ചു. നമ്മുടെയൊക്കെ വിഷയം ഇതാണ്. ദൈവം എന്തെങ്കിലും തന്നാൽ പിന്നെ അതിൻ്റെ പുറകെയാണ്, യേശുവിൻ്റെ പുറകെ. കേട്ടില്ല? യേശുവിൻ്റെ. നിങ്ങൾ ഒരിക്കലും സമ്പത്തിൻ്റെ പുറകെ പോകരുത്. ചതിക്കും, നിങ്ങളെ വഞ്ചിക്കും. ആരും ആമേൻ പറഞ്ഞില്ല. പണത്തിൻ്റെ പുറകെ പോകരുത്. ചതിച്ചിരിക്കും, വഞ്ചിച്ചിരിക്കും, നിങ്ങളെ കളിപ്പിച്ചിരിക്കും. പക്ഷെ നിങ്ങൾ കർത്താവിൻ്റെ പുറകെ പൊക്കോ. ഒരു വാലാട്ടിപ്പട്ടി പുറകെ വരുന്ന പോലെ നിന്നെ വന്ന് ഇത് ശുശ്രൂഷിക്കും. നിങ്ങൾ ആരും ആമേൻ പറഞ്ഞില്ല. നിന്നെ വന്ന് ഇത് ശുശ്രൂഷിക്കും. ആമേൻ. കർത്താവിനെ ഫോളോ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ഒന്നിന്റെ പുറകെ നിങ്ങൾ പോകരുത്. പിന്നെ എന്തുകൊണ്ട് പാസ്റ്റർ ഈ സമ്പത്തിനെ കുറിച്ച് ഇങ്ങനെ പറയണേ? ഇതിനകത്തിരിക്കുന്ന ഭൂരിപക്ഷം പേരും സാമ്പത്തിക ഏറികൾ ഭാരപ്പെടുന്നുണ്ട്. അവിടെ ദൈവം നിങ്ങൾക്ക് വഴി തുറക്കുമെന്നൊരു ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയായി പറയുന്നേ. ആമേൻ പറഞ്ഞില്ല. പക്ഷെ അതിൻ്റെ പുറകെ ആകരുത്. അതിൻ്റെ പുറകെ പോയ എല്ലാവരും തകർന്നിട്ടുണ്ട്. വചനം ഇങ്ങനെ പറയുന്നു, ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമാണ്. ആമേൻ, മൂലകാരണമാണ്. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് അതിൻ്റെ പുറകെ പോകരുത്. ആമേൻ. ഏലീശയുടെ ഇരട്ടി പങ്ക് പ്രാപിക്കേണ്ട ഒരുവൻ ഏലീശയുടെ പുറകെ പോയില്ല, പണത്തിൻ്റെ പുറകെ പോയി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അവനെ അവസാനമായി കാണുന്നത് ഒരു കുഷ്ഠരോഗിയായിട്ടോ. നിന്റെ മേലൊരു വലിയ അഭിഷേകം ദൈവം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ വേറെ ഒന്നിൻ്റെ പുറകെ പോകരുത്. അബ്രഹാമിൻ്റെ പുറകെ പോയവൻ, അവൻ പിന്നെ അവൻ്റെ കണ്ണുകൾ അബ്രഹാമിൻ്റെ ദൈവത്തിങ്കിലേക്കല്ല, അബ്രഹാമിൻ്റെ സ്വത്തിലേക്കായിരുന്നു. അതും നിങ്ങൾ നോക്കിയാൽ ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഗന്ധക പൊയ്കയായി മാറ്റപ്പെട്ടു. കർത്താവിനെ വിട്ടിട്ട് നിങ്ങൾ പണത്തിൻ്റെ പുറകെ പോയാൽ എഴുതി വെച്ചോ, അടുത്ത വർഷം ഈ സമയമാകുമ്പം പലതും കൈ കാണത്തില്ല.
യേശുവിൻ്റെ പുറകെ പൊക്കോ, എഴുതി വെച്ചോ. അടുത്ത വർഷം ഇന്ന് കാണുന്ന പലതും കാണും. ഒന്നുകൂടെ ഞാൻ പറയാം. യേശുവിൻ്റെ പുറകെ പോകാതെ നിങ്ങൾ പണത്തിൻ്റെ പുറകെ പൊക്കോ. ഇന്ന് കാണുന്ന പലതും അടുത്ത വർഷം ഈ മാർച്ച് മാസം നിങ്ങളുടെ കാണത്തില്ല. പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിൻ്റെ പുറകെ പോകാതെ യേശുവിൻ്റെ പുറകെ പൊക്കോ. ഇന്ന് നിങ്ങളുടെ കയ്യിലില്ലാത്ത പലതും അടുത്ത വർഷം ഈ സമയത്ത് കണ്ടിരിക്കും. യേശുവിനെ പുറകെ പോകുക. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ പുറകെ വന്ന സമ്പത്ത് അങ്ങനെയൊന്നും അല്ല. ഇത് നഷ്ടപ്പെട്ടു പോവും. അതിനാണ് ഈ പഴയ നിയമത്തിൽ പഴയ ആൾക്കാരൊക്കെ പറഞ്ഞ് ഈ പണത്തിന് അവർ കൊടുക്കുന്നൊരു പേരുണ്ട്. എന്താണ്? അതന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ചക്രം എന്താ? ഈ ഉരുണ്ടോണ്ടിരിക്കുന്ന സാധനമാണ്. ഈ ഉരുണ്ടോണ്ടിരിക്കുന്നതിൻ്റെ വലിയ എന്താണ് ഈ വലിയ റോഡൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് അതിനെ തടയാൻ നിന്ന് അതിൻ്റെ പുറത്തോടെ കയറി പോത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ പുറകെ ഒന്നും പോകരുത്. പക്ഷേ ഫോളോ വിത്ത് ജീസസ്. യേശുവിൻ്റെ പുറകെ നിങ്ങൾ വേണ്ടി യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ദൂത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. പത്രോസ് 1 അവൻ്റെ പേര് മാറ്റി. 2 പത്രോസിൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം സംഭവിച്ചു. അവൻ്റെ ശൂന്യമായ പടക് നിറച്ചു. ആമേൻ പറഞ്ഞാട്ടെ. ഇത് അവൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതമാണ്. 3 അവൻ്റെ ജീവിതത്തിൽ നടന്നൊരു അത്ഭുതം. അവൻ്റെ മദർ ഇൻ ലോയ്ക്ക് പനിയായിരുന്നു. കുടുംബത്തിലകത്ത് ചിലർക്ക് പ്രശ്നമായിരുന്നു. ദൈവം അവരെ അങ്ങ് സൗഖ്യമാക്കി. ഇന്നും ഇതിനകത്ത് അങ്ങനെ ചിലരില്ലേ? ഇന്നും ഇതിനകത്ത് ചിലർ അങ്ങനെ ഇല്ലേ? നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചിലർക്ക് വിഷയമായിട്ട് നിങ്ങളെ അലട്ടുന്നില്ലേ? കർത്താവ് അവരെ സൗഖ്യമാക്കും കേട്ടോ. ആമേൻ പറഞ്ഞാട്ടെ. നിന്നെ ഓർത്ത് നിന്റെ വീട്ടിലുള്ള ചിലരെ ദൈവം വിടുവിക്കാൻ പോവാം. കൈയടിക്കണ്ട, എടുക്കണ്ട. ഒന്നുകൂടെ പറ. നിന്നെ ഓർത്ത് നിന്റെ വീട്ടിലുള്ള ചിലരെ കർത്താവ് വിടുവിക്കാൻ പോവാ. അങ്ങനെയൊക്കെ കർത്താവിന് ചില കാര്യപരിപാടി ഉണ്ട്. ഇന്ന് പകൽ ആ വചനം ഇവിടെ ഇറങ്ങി വന്നെങ്കിൽ നിന്റെ ചില പ്രിയപ്പെട്ടവരുടെ വിടുതലിൻ്റെ സമയമായിരിക്കും. ചിലപ്പോൾ നീ ഇന്ന് ഇതിനകത്ത് വന്നിരിക്കുമ്പോഴും സ്തോത്രം, നീ സങ്കടപ്പെട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ നിന്റെ വീട്ടിലുള്ള ചിലരുടെ വിടുതലാണ്. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ, എൻ്റെ അപ്പയൊക്കെ ആണെങ്കിൽ, ഞാനൊക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് വരുന്നൊന്നും ഒരു ചിന്തയില്ലായിരുന്നു. ഞാൻ ജനിച്ചു വളർന്ന ഒരു പെന്തക്കോസ് കുടുംബത്തിലായിരുന്നെങ്കിലും ഈ എൻ്റെ മൂത്ത ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്. ക്രിസ്ത്യ പാട്ടൊക്കെ മാത്രം. ഞങ്ങൾ ഈ സിനിമാ പാട്ടെല്ലാം പഠിച്ച് പോയി സ്കൂളിൽ പോയി പാട്ടുപാടി ഗാനമേള നടത്തി ഒക്കെയായിരുന്നു. യൂത്ത് ഫെസ്റ്റിൽ ഏത് പാട്ട് പാടും ചോദിച്ചാൽ പറഞ്ഞ് യേശുവിൻ്റെ കീർത്തനം പാടുന്നു പറഞ്ഞിട്ട് ഉള്ള സിനിമാ പാട്ടെല്ലാം പറഞ്ഞ് യോഗത്തിൻ്റെ ഏറ്റവും പുറകെ വന്നിരുന്ന് പാസ്റ്റർമാരൊക്കെ കളിയാക്കി, പ്രസംഗിക്കൊന്നും കേൾക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോണ്ടി, ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞോണ്ടി വർത്താനം പറയുന്നവരൊക്കെ നോക്കണം. എന്നെക്കാട്ടിലും വലിയ പാസ്റ്ററാകും അവരൊക്കെ. ഇരിക്കുന്ന ഫ്രണ്ടിലും പുറകിലൊക്കെ ഇരിക്കുന്ന പിള്ളേരൊക്കെ നോക്കി അപ്പുറത്ത് തോണ്ടി, നിങ്ങൾ 2-3 നേരം തോണ്ടി ഇങ്ങനെ വിളിക്കണം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം. ശ്രദ്ധിക്കാതിരിക്കണം, നീ മുഴുത്ത പാസ്റ്ററാകും. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. ഞാൻ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തോണ്ടുകയും മാന്തുകയും ഒക്കെ കാണുന്നുണ്ട്. എനിക്ക് അവരെ കണ്ടപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം എന്നെക്കാട് ശക്തരായിട്ട് ചിലർ എഴുന്നേറ്റ് വരുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളിപ്പം വചനമൊന്നും കേൾക്കണ്ട മക്കളെ, നിങ്ങളൊന്നും വചനം കേൾക്കണ്ട. നിങ്ങൾ വചനം പറയാൻ പോവുക. കൈകളെ ഉയർത്തി രാമേൻ പറഞ്ഞാട്ടെ. ചിലർക്കുള്ളൊരു ഗ്യാസ് മുട്ടായി കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. കൈകളെ ഉയർത്തി രാമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്തൊരു സന്തോഷം. ഹല്ലേലൂയ. അപ്പൊ ഈ 10
പത്രോസിന്റെ വേദന വീട്ടിലുള്ള ചിലരുടെ വേദനയാണ്. പക്ഷെ ദൈവം എന്ത് ചെയ്തു? പത്രോസിനോടുള്ള കെയർ ഓഫിൽ ഈ വീട്ടിലെ സൗഖ്യമാക്കി. ഇന്ന് പകൽക്കാലം അത് തന്നെയാണ്. നിന്റെ കെയർ ഓഫിൽ ചിലരെ ദൈവം വിടുവിക്കും. ഒന്നാമേം പറയാൻ പറ്റും, നിന്റെ കെയർ ഓഫിൽ ദൈവം ചിലരെ വിടുവിക്കും. ആമേൻ പറ. നിന്റെ കെയർ ഓഫിൽ. ഈ ബൈബിൾ മുഴുവൻ, ഈ പഴയ നിയമ ചരിത്രം മുഴുവൻ ഇസ്രായേലിനോടുള്ള സ്നേഹമല്ല, അബ്രഹാമിനെ ഓർത്ത്. കേട്ടില്ല? പറഞ്ഞാട്ടെ, അബ്രഹാമിനെ ഓർത്ത് ഞാൻ നിങ്ങളെ വിടുവിക്കും. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാം, നിങ്ങളെ ഓർത്ത് ദൈവം ചിലരെ വിടുവിക്കാൻ പോവുകയാണ്. പത്രോസിനെ ഓർത്ത് മദറിലോയുടെ പനി മാറ്റി. ഹല്ലേലൂയ. അങ്ങനെ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടന്നു. ഞാനിവിടെ പെട്ടെന്ന് ഈ വാക്കുകൾ പറഞ്ഞു വിടാം. പിന്നെ പത്രോസിന്റെ ലൈഫിൽ നടന്ന മറ്റൊരു അത്ഭുതം, ഞാൻ ഇതിനകത്ത് എല്ലാം ഒരു ദൂതുണ്ട് കേട്ടോ, നിങ്ങളത് പിടിക്കുന്നുണ്ടല്ലോ. നിങ്ങളെ ഓർത്ത് ദൈവം ചില വിടുവിക്കാൻ പോവുക. ചില മരണങ്ങൾ മാറാൻ പോവുക, ചില രോഗങ്ങൾ മാറാൻ പോവുക, ചില കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടാൻ പോവുക. പത്രോസിന്റെ ജീവിതത്തിൽ പിന്നെ നടന്നൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ, ഈ ആവേശത്തിൽ ഇവൻ കടലിലേക്ക് ഇറങ്ങി. ഈ തുടങ്ങിയ സമയത്തുള്ള ആവേശമൊന്നും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? ഈ ഫാസ്റ്റിംഗ് തുടങ്ങിയപ്പോൾ ഉള്ള ഉണർവൊന്നും ചിലവർക്കൊന്നും ഇല്ല. വന്നപ്പോൾ ഉള്ള ആ കണ്ണുനീരൊന്നും ഇല്ല. ഇപ്പൊ ജഡ്ജി പ്രസവം കേസ് കേൾക്കുന്ന പോലെ ചിലരൊക്കെ വചനം കേൾക്കുന്നേ. ഹല്ലേലൂയ. എങ്ങനെയും കേട്ടാൽ മതി. സ്വോത്രം. നോ പ്രോബ്ലം. പത്രോസിന്റെ അതേ ഗതിയാ. നിങ്ങളെക്കാട്ടിലും എനിക്ക് അനുഭവങ്ങളൊക്കെ ഉണ്ട്. ചാടി ആദ്യം വെള്ളത്തിനകത്തോട്ട് ഇറങ്ങി, ചാടി ഇറങ്ങി. പുള്ളി അങ്ങോട്ട് മുമ്പോട്ട് നടന്ന് കുറച്ച് കഴിഞ്ഞ് പുള്ളി അങ്ങ് താഴാൻ തുടങ്ങി. തുടങ്ങിയപ്പോൾ കൈയും കാലും കണ്ണും എല്ലാം തള്ളി കർത്താവിനെ വിളിച്ചു. കർത്താവ് പെട്ടെന്ന് കൈ കൊടുത്ത് അവനെ തിരിച്ച് കരയിലെത്തിച്ചു. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, നീ കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് ഇടയ്ക്ക് നീ താണുപോയെങ്കിൽ നിന്നെ മുക്കിക്കളയത്തില്ല കേട്ടോ. നിന്നെ വീണ്ടും അവൻ കൈതരാൻ പോവാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞോ. വീണ്ടും നിനക്ക് കൈതരാൻ പോവാണ് ദൈവം. എനിക്കിന്ന് ഇതിനകത്തൊരു ദൂത് പോലെയാണ് പറയുന്നത്. ദൈവത്തിന് വേണ്ടി ഇറങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോൾ നിൽക്കാൻ പറ്റിയില്ല, താണുപോയി. പക്ഷെ നിന്നെ അവിടെ താഴ്ത്തി കളയത്തില്ല. നിനക്ക് കൈതരാൻ പോവുകയാണ്. ഒരു സെക്കൻഡ് ടച്ച് നിനക്ക് വരാൻ പോകുന്നു എന്ന് കർത്താവ് ഒരു ദൂത് പറയുന്നു. ഒരു സെക്കൻഡ് ടച്ച് നിനക്ക് വരാൻ പോകുന്നു. വീണ്ടും ഒരു ദൈവത്തിന്റെ സ്പർശനം നിനക്ക് ലഭിക്കാൻ പോകുകയാണ്. ഇന്നലകളിൽ ഇറങ്ങി തിരിച്ചിട്ട് നിന്റെ വീര്യം കുടഞ്ഞു പോയെങ്കിൽ, തകർന്നു പോയെങ്കിൽ, വീണ്ടും നിന്നെ ഒന്ന് ഉണർത്താൻ ദൈവം ഒന്നുകൂടെ നിന്നെ തൊടാൻ പോകുകയാണ്. ഇനി നീ മുൻപോട്ട് നടക്കുന്നത് ഒറ്റയ്ക്കാകത്തില്ല. യേശുവിന്റെ കൈ പിടിച്ചുകൊണ്ട് നീ മുൻപോട്ട് നടക്കാൻ പോകുകയാണ്. ചിലരുടെ കൈ പിടിച്ച് ദൈവം നടക്കാൻ പോകുന്നു. കൈകളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ അത്ഭുതവും കർത്താവ് ചെയ്തു. പാസ്റ്റർ എന്തായി പ്രസംഗിക്കുന്നതായിരിക്കും ചിന്തിക്കുന്നത്. പിന്നെ പത്രോസിന്റെ ജീവിതത്തിൽ വേറൊരു അത്ഭുതം ദൈവം ചെയ്തു. ആ അത്ഭുതം എന്തെന്ന് ചോദിച്ചാൽ, ഇവന് ടാക്സ് കൊടുക്കാൻ പൈസ ഇല്ല. നിയമപരമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കുരുക്കൊക്കെ ഉണ്ടെങ്കിൽ കർത്താവ് അതൊക്കെ പരിഹരിക്കും കേട്ടോ. രാമൻ പറഞ്ഞില്ല, നിയമപരമായി എന്തെങ്കിലുമൊക്കെ കുരുക്കുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കർത്താവ് അത് പരിഹരിക്കും കേട്ടോ. ടാക്സ് കൊടുക്കാൻ പൈസ ഇല്ല. കർത്താവ് പറഞ്ഞതേ ഒരു മീനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ പോയി ചൂണ്ടയെടുത്ത് മീനെ വായ്ക്കകത്ത് ഞാൻ ദ്രമ വെച്ചിട്ടുണ്ട്, നീ ചൂണ്ടയിട്ട് പിടിക്കണം. നീ ഇവിടെ നിന്ന് സ്വോത്രം പറഞ്ഞുകൊണ്ടിരുന്നത് വരത്തില്ല. കേട്ടില്ല? മീൻ ഇങ്ങോട്ട് കയറി വന്ന് നിന്റെ മുമ്പിൽ വന്ന് ഛർദ്ദിച്ചൊന്നും ഇടത്തില്ല. കുറെ മടിയൊക്കെ കളയണം. കേട്ടില്ല? നല്ല കഴിവും നല്ല അറിവും നല്ല ടാലന്റൊക്കെ തന്നിട്ടുണ്ടല്ലോ, അത് പുതപ്പെടുത്ത് മേളിലോട്ട് ഇട്ടിട്ട് ഇന്ന് കഴിഞ്ഞാൽ വായിക്കകത്തോട്ട് കൊണ്ട് കർത്താവ് ഒന്നും തരത്തില്ല. അതുകൊണ്ട് നിങ്ങളിൽ കൂടെ ഉള്ളവരൊക്കെ ജോലി ചെയ്യാൻ പഠിക്കണം. ആരും ഇല്ലല്ലോ ഇവിടെ. ഒന്ന് കൈയൊക്കെ അടിച്ചോ, കുഴപ്പമൊന്നുമില്ല.
ഒരു പണിയില്ലാതെ ചുമ്മാ സ്വോത്രം പറഞ്ഞിട്ട് ഫോണും തിരുമ്മിക്കൊണ്ടിരിക്കരുത്. ഹല്ലേലൂയ, സ്വോത്രം. നിങ്ങളുടെ കൂടെയുള്ളവരൊന്നും പ്രയോജനം ഇല്ലാത്തവരാകാതിരിക്കേണ്ടതിന് അവരുടെ കൈ കൊണ്ട് അധ്വാനിച്ച് ജീവിതം കഴിക്കാൻ പറയണം. അടുത്തിരിക്കുന്നവരുടെ ജോലിയൊക്കെ ചെയ്യുന്നത് അപമാനമല്ലെന്നൊന്ന് പറഞ്ഞേ. പറ, കൈ കൊടുക്കാൻ ആരുമില്ല, ഒന്ന് കൊടുത്ത് പറ. അമ്മച്ചിയൊക്കെ ലോട്ടറി വിറ്റിട്ടാണ് വന്നിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. മീൻ ഇങ്ങോട്ട് കയറി വന്നിട്ട് പുള്ളിയുടെ മുമ്പിൽ നിന്ന് അടിയൻ ഇതാന്ന് പറഞ്ഞൊന്നും തന്നില്ല. ഒരാമേൻ പറ. ദൈവം ചിലതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. അതിനകത്തൊക്കെ ചൂട് വെച്ചോണം. പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പ്രാർത്ഥനയില്ല, വെള്ളമില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ വട്ടം കറങ്ങി നടന്ന് നീ വട്ടം കറങ്ങും. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ആരാധന കഴിഞ്ഞുള്ള പണിയൊക്കെ മതി എന്ന് പറഞ്ഞേ. പറ, ഇച്ചിരി മുറുക്കെ പിടിച്ച് പറഞ്ഞു. ചില ഉഴപ്പരുണ്ട് ഇവിടെ. ഓക്കെ ഓക്കെ. അത് പാസ്റ്റർ എന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞേ. അതെ, സത്യമായിട്ടും കുറേ ആഴ്ചയായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. ആ സീറ്റ് കാലിയായിട്ടിരിപ്പുണ്ട്. ഞാൻ നോക്കുന്നേ ഉണ്ടായിരുന്നു, ആരെയും നോക്കുന്നില്ല. ഹല്ലേലൂയ. കൈ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. നീ പോയി മീൻ പിടിച്ച് എൻ്റെ വായ്ക്കകത്ത്. ഇപ്പം ചിലതൊക്കെ ചെയ്യാൻ നമ്മോട് പറയും. അതുകൊണ്ട് ജോലി ചെയ്യുന്നൊന്നും ഒരു അപമാനമായിട്ട് നിങ്ങൾ കാണരുത് കേട്ടോ. നിങ്ങൾക്ക് ദൈവം ഒരു കഴിവ് വന്നിട്ടുണ്ടോ, അതിനകത്ത് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ദൈവം അതിനെ വർദ്ധിപ്പിക്കും. കേട്ടില്ല? ദൈവം അതിനെ വർദ്ധിപ്പിക്കും. അതിന് ഡയറക്ഷനുകൾ ദൈവം തരും. ഞാൻ ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾക്ക് ദൈവം തന്നതിനെ ഒരു വർധനവിലേക്ക് ദൈവം നടത്താൻ പോവാം. നിങ്ങളുടെ ജോലിക്കകത്ത് രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്നൊരു ഒരു മൾട്ടിപ്ലൈ നടക്കും. രണ്ട്, അതിനകത്തൊരു സൂപ്പർ നാച്ചുറൽ നടക്കും. മൾട്ടിപ്ലൈ നടക്കും, വർധനവ് നടക്കും. രണ്ട്, അതിനകത്ത് എന്ത് ചെയ്യും? സൂപ്പർ നാച്ചുറൽ നടക്കും. പത്രോസിന്റെ പടകിനെ വർദ്ധിപ്പിച്ചു, അത് മൾട്ടിപ്ലൈ ആണ്. പക്ഷേ അവനിട്ട ചൂണ്ടയ്ക്കകത്ത് മീൻ കയറി, അത് സൂപ്പർ. ആ മീൻ്റെ അകത്ത് ചതുർദ്രമ പണം ഉണ്ടായിരുന്നു, അത് സൂപ്പർ നാച്ചുറൽ ആണ്. നിന്റെ വർക്കിംഗ് ഇടത്ത് മൾട്ടിപ്ലൈയും സൂപ്പർ നാച്ചുറലും നടക്കാൻ പോകുകയാണ്. കൈ ഉയർത്ത്, തൂത് കയറി പിടിക്ക്. ഓ ഹല്ലേലൂയ, പോരാ, ഹല്ലേലൂയ. എനിക്ക് ഈ ദൂതുകളൊക്കെ ഇവിടെ ഇറങ്ങി വരുമ്പോൾ ആശ്ചര്യം വരുന്നു. ആമേൻ, ആമേൻ. അതുകൊണ്ട് ദൈവം നിനക്ക് തന്ന ഉപജീവന മാർഗത്തെ നീ കളയരുത്. ഹല്ലേലൂയ. ദൈവം നിനക്ക് തന്ന ആ ജ്ഞാനത്തെ നീ യൂസ് ചെയ്യണം. ദൈവത്തിന് അതിന് വിരോധമായിട്ടുള്ള നിന്റെ മടി, അലസതകൾ, യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ ഉയർത്തി യേശുവിന് ഒരു ആരാധന കൊടുത്തേ. നീ ചൂണ്ട ഇട്ട് മീൻ പിടിച്ച് അതിൻ്റെ വായിൽ ഞാൻ ചതുദ്രമ പണം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സന്തോഷമൊക്കെ ആകുന്നുണ്ടോ? ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഇതെല്ലാം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ആമേൻ. വർക്ക് ചെയ്യുക, ജോലി ചെയ്യണം. ഉപജീവന മാർഗത്തെ ദൈവം അനുഗ്രഹിക്കും. ഞാൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ പെട്ടെന്ന് ഈ വാക്ക് നിങ്ങൾക്ക് തന്നിട്ട് പ്രാർത്ഥിക്കാം. പത്രോസിന്റെ ജീവിതത്തിൽ അവൻ്റെ ടാക്സ് അടയ്ക്കാൻ ദൈവം ഒരു ഓപ്ഷൻ കാണിച്ചു. ചില നിയമപരമായ കുരുക്കുകളെ ദൈവം സന്ധിക്കും. അതിനകത്തൊരു വിടുതലുണ്ടാവും. കാരണം നിയമങ്ങളെ തിരുത്തുന്നൊരു ദൈവമാണ് നിന്റെ ദൈവം. ആ വിഷയത്തിലൊരു വിടുതൽ നടക്കും. പത്രോസിന്റെ ലൈഫിൽ ഒരു അത്ഭുതം കൂടെ ഞാൻ പെട്ടെന്ന് പറയാം. ആവേശത്തിൽ ഇവൻ വാളെടുത്ത് വെട്ടിയൊരുത്തൻ്റെ കാത് കളഞ്ഞു, അല്ലേ? ഞങ്ങളൊക്കെ പ്രസംഗത്തിൽ ചിലപ്പോൾ ആവേശത്തിൽ പ്രസംഗിച്ച് കളയും, ചിലർ ഇറങ്ങി പോവുകയും ചെയ്യും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം, ഇന്നലെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം കഴിഞ്ഞ ദിവസം ചർച്ചിൽ വന്നൊരു അച്ചാനെ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, അച്ചാൻ എന്നെ ഇപ്പം പള്ളി വരാത്തെ എന്ന് ചോദിച്ചു. എന്നാ പറഞ്ഞ, അന്ന് പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഇപ്പം പള്ളി വരാത്തെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തോ, അതെന്നാ കാര്യമാണ്. അപ്പം ഞാൻ അന്ന് കൈ
കൈകൂപ്പി പറഞ്ഞു, മറ്റ് ചർച്ച ഉള്ളവരൊന്നും ചർച്ച വരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വന്നിട്ടില്ല. അപ്പം ഞാൻ ഇന്നൊരു തിരുത്തി പറയാണ്, നമുക്ക് വന്ന് ആരാനും കൂടി പൊക്കോ. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ അവിടെ പറഞ്ഞിട്ട് വരണം, അത്രേ ഉള്ളൂ. ആ പാസ്റ്റർ എന്നെ വെളിലോട്ട് ഇറക്കുമ്പോൾ ചെവിക്ക് പിടിക്കരുത്. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ഒരു ചർച്ചുമായി കണക്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പെർമിഷനോടെ വരിക, പാസ്റ്ററോട് പറഞ്ഞു വരിക. സ്തോത്രം, അവർ ദൈവമനുഷ്യരാണ്, അവരെ ബഹുമാനിക്കുക. ഹല്ലേലൂയ. ഇപ്പം ഞാൻ പറഞ്ഞ പെട്ടെന്ന് മാറിപ്പോയി. പക്ഷെ കർത്താവ് അവിടെ ഒരു അത്ഭുതം ചെയ്തു. ആ ചെവി എടുത്ത് ഒട്ടിച്ചോണ്ട് നന്നായി. അല്ലെങ്കിൽ യേശുവിൻ്റെ ഇപ്പുറത്ത് ഇവനെയും കൊന്നേനെ. പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞേരം യേശുവും 3 കള്ളന്മാരുടെ നടുവിൽ. ആരുമില്ല ഇവിടെ. യേശുവിൻ്റെ കാര്യം മനസ്സിലായി. ഞാനിപ്പോൾ ഒട്ടിച്ചില്ലെങ്കിൽ ഇവനെ ഇപ്പോൾ ഒട്ടിക്കും. എത്ര സ്ഥലത്ത് ദൈവം നമ്മെ രക്ഷിച്ചല്ലേ. ആരും മിണ്ടുന്നില്ലല്ലോ. സത്യമായ ദൂതല്ലേ അത്. എത്ര സ്ഥലത്ത് ദൈവം ചാടി വീണു നമുക്ക് വീണു. ഓ, നല്ല ദൈവമല്ലേ. തീർത്ത് കളയേണ്ട എത്ര സ്ഥലത്ത്. മറ്റൊരു മനുഷ്യൻ കൈവെക്കുന്നതിന് മുമ്പ് നമ്മുടെ ചില അബദ്ധങ്ങളെ ദൈവം ഇറങ്ങി വന്ന് പരിഹരിച്ചില്ലേ. നല്ല ദൈവമാണെങ്കിൽ ഒരു ആമേൻ പറ. അടുത്ത വീട്ടിലെ കൊച്ചിനെ എസ്ഐയുടെ മോനെ തല്ലി കണ്ടു നിന്നപ്പോൾ തന്നെ അപ്പം വന്നിട്ട് ഒരു 2 അടി ഇവരുണ്ടങ്ങ് കൊടുത്തു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഈ ചെറുക്കം ചോദിച്ചു, അപ്പ എന്നെ എന്തിനാ 2 അടി അടിച്ചേ? അപ്പം വന്ന് മാറ്റി നിർത്തിട്ട് പറഞ്ഞു, ഞാൻ 2 അടി തന്നോണ്ട് നന്നായി, അല്ലേ പുള്ളി ഷൂട്ട് ചെയ്തേനെ നിന്നെ. അവൻ്റെ അപ്പൻ എസ്ഐയാ, നിന്നെ അരിപ്പയാക്കിയനോ. എത്രയിടത്ത് അപ്പൻ ചാടി വീണു. ആമേൻ പറയുന്നില്ലേ. എത്ര ഇടത്ത് നമ്മുടെ അപ്പൻ. അപ്പൻ അറിയാം, അപ്പൻ അടിച്ചാൽ ഇത്ര അടിക്കൂ. ഓ, ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പത്രോസിന് പറയാൻ പറ്റും, എൻ്റെ അബദ്ധങ്ങളെ ദൈവം അത്ഭുതമാക്കി. ആമേൻ, ആമേൻ. ഇനി ഞാൻ ഈ മെസ്സേജ് തുടങ്ങിയതേ ഉള്ളൂ, ഇൻട്രോ ആയുള്ളൂ, സമയവും തീർന്നു. ആമേൻ. പക്ഷെ എൻ്റെ ദൂത് പറഞ്ഞു ഇത്രയേ ഉള്ളൂ. പാസ്റ്റർ എങ്ങോട്ടാ പോകുന്നല്ലേ. ഞങ്ങളൊക്കെ വേറെ സ്ഥലത്തൊക്കെ പ്രസംഗിക്കാൻ പോയാൽ 1 മണിക്കൂറിനുള്ളിൽ 10 പ്രസംഗം പ്രസംഗിക്കും. എന്നിട്ടും പിന്നെ 20 മിനിറ്റ് മിച്ചമുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചിട്ട് മെസ്സേജും തീരുന്നില്ല. ഹല്ലേലൂയ. കാരണം ആരൊക്കെയോ ഇവിടെ ദാഹമുള്ളവരുണ്ട്. അതുകൊണ്ട് ദൈവം വചനം അങ്ങ് പൊട്ടിക്കുക. കൈകളെ ഉയർത്തി ഒരിക്കൽ കൂടി ആമേൻ പറഞ്ഞാട്ടെ. പക്ഷെ ഇതിൻ്റെ എല്ലാം ഒടുവിൽ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഒരിക്കൽ പത്രോസ് പറഞ്ഞു, പാടാ നീ വന്നേ, നീങ്ങി വാ, ഒരു സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോവാ. എന്ന് പരിശുദ്ധാത്മാവ് പറയാം. കൂട്ടത്തിൽ നിന്ന് നിന്നെ മാറ്റി മറ്റാരും കാണാത്ത ചിലത് നിന്നെ കാണിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. മറ്റാർക്കും കൊടുക്കാത്ത ചിലത് നിന്നെ ഒന്ന് കാണിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. മറ്റാർക്കും അവൻ അത്ഭുതം ചെയ്തതെല്ലാം ജനത്തിന്റെ നടുവില. അവൻ അടയാളങ്ങൾ ചെയ്തതെല്ലാം ജനത്തിന്റെ നടുവില. പക്ഷേ പത്രോസേ വന്നേ, യാക്കോബേ വന്നേ, യോഹന്നാനെ വന്നേ. അന്ത്രയോസ് പറഞ്ഞു, ഞാനും വരട്ടെ. നീ വരണ്ട, നീ അവിടെ ഇരിക്ക്. മത്തായി ചോദിച്ചു, വരട്ടെ. ഇല്ല, നീ അവിടെ ഇരിക്ക്. സ്തോത്രം. തോമസ് ചോദിച്ചു, വരട്ടെ. വേണ്ട, നീ അവിടെ ഇരിക്ക്. എനിക്ക് 3 പേരെ കൊണ്ടുപോയി അടുത്തൊരു റേഞ്ചിൽ കയറ്റേണ്ടതുണ്ട്. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ചിലരെ ദൈവം മാറ്റി അടുത്തൊരു സ്ഥലത്തേക്ക് കയറ്റാൻ. ആരെങ്കിലും ദൂതേറ്റെടുക്കുന്നെങ്കിൽ എടുത്തോ. അവിടെ അപ്പം വർദ്ധിപ്പിക്കുന്നില്ല, അവിടെ കടലിന്റെ മീതെ നടക്കുന്നില്ല, അവിടെ ഇതൊന്നുമില്ല. പക്ഷെ അടുത്തൊരു സ്ഥലത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ എന്തൊക്കെയോ ഒരു ദൈവപ്രവൃത്തി നടക്കുന്നു. ഹോ റബ കദല ചലതന ഘടക പ്രൗഢിവ്യ അർത്ഥന. ചിലരെ ദൈവം വിളിക്കുന്നു. ചിലർക്ക് സ്പെഷ്യൽ ഇൻവിറ്റേഷൻസ് ഇന്ന് കർത്താവ് തരികയാണ്. ചിലർക്ക് ചില സ്പെഷ്യൽ ഇൻവിറ്റേഷൻ. ആർ യു റെഡി? എത്ര
എത്ര പേർ അത് സ്വീകരിക്കുന്നു? ചിലർക്ക് സ്പെഷ്യൽ ഇൻവിറ്റേഷൻ, മറ്റാരും പോകാത്ത ചില ഇടത്തേക്ക്, മറ്റാരും കടക്കാത്ത ചില ഇടത്തേക്ക് ചിലരെ ദൈവം വിളിക്കുന്നു. അവൻ നീ കയറി വാ, നീ കയറി വാ, നീ കയറി വാ. തോമസ് വരണ്ട, മത്തായി വരണ്ട, അന്ത്രയോസ് വരണ്ട, പുരുഷാരം വരണ്ട, പക്ഷെ നീ വരണം. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചിലരെ കുറിച്ച് ദൈവത്തിന് നിർബന്ധമുണ്ട്. നീ ചിലയിടത്തേക്ക് കയറി വരണം, നീ ചിലയിടത്തിലേക്ക് കയറി വരണം. നിന്റെ വിളി വലുതാണ്, നിന്റെ തെരഞ്ഞെടുപ്പ് വലുതാണ്, നിന്റെ മേലുള്ള അഭിഷേകം, പദ്ധതികൾ വലുതാണ്. അതുകൊണ്ട് നീ ചിലയിടത്തേക്ക് കയറി വരിക. ആരിന്ന് പകൽ ഈ ദൂതിനെ ഏറ്റെടുക്കുന്നു? ചിലർക്ക് ഇന്ന് പകൽ സ്പെഷ്യൽ ഇൻവിറ്റേഷൻ. ഞാൻ ആ ദൂത് വീണ്ടും വീണ്ടും പറയുന്നു. ചിലർക്ക് ഇന്ന് സ്പെഷ്യൽ ഇൻവിറ്റേഷൻ. ആമേൻ. മറ്റു പലരെയും മാറ്റി നിർത്തി, മറ്റു പലരെയും നീക്കി നിർത്തി ചിലരെ ദൈവം വിളിക്കുകയാണ്. നീ ഇങ്ങോട്ട് കേറി വാ, നീ ഇങ്ങോട്ട് കേറി വാ, നീ ഇങ്ങോട്ട് കേറി വാ. ആർക്കൊക്കെ ഈ ദൂത് തൊടുന്നുണ്ട്? ആർക്കൊക്കെ ദൂത് തൊടുന്നുണ്ട്? നിന്നെ ഇനിയാ വ്യത്യസ്തനാക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെയാണ് നിന്റെ വ്യത്യസ്തത, ഇവിടെയാണ് നിന്നെ ഞാൻ മാറ്റുന്നത്. കൈകളെ ഉയർത്തി ഹല്ലേലൂയ. അങ്ങനെ പ്രത്യേകിച്ച് അവനെ കൂട്ടിക്കൊണ്ടുപോയ സ്ഥലത്തിന്റെ പേരാണ് മറുരൂപമല. മറുരൂപമല, ആമേൻ, മറുരൂപമല. അവനെ പ്രത്യേകം കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു മല. അവൻ അവിടെ ചെന്നപ്പോൾ പുരുഷാരമില്ല, അവിടെ അപ്പം വർദ്ധിപ്പിക്കുന്നില്ല, അവിടെ കടലിന് മീതെ നടക്കുന്നില്ല. സ്തോത്രം. അവൻ ആദ്യം വന്നപ്പോൾ ബോറടിച്ചു, ആദ്യം വന്നപ്പോൾ ബോറടിച്ചു. ജനമില്ലല്ലോ, അത്ഭുതമില്ലല്ലോ, അടയാളമില്ലല്ലോ. അവൻ ആദ്യം ബോറടിച്ചവൻ ഉറങ്ങി. ചിലർക്ക് ഇന്ന് പകൽ ഇതൊരു സാധാരണമായി തോന്നാം, സാധാരണമായിട്ട് മയങ്ങാം. പക്ഷേ ഇന്ന് പകൽ ഇതൊരു സൂപ്പർ നാച്ചുറൽ ആണെന്ന് വിശ്വസിക്കാൻ തയ്യാറുള്ളവർ ദൂതേറ്റെടുക്കുക. Come on, come on. മോനെ സ്തോത്രം. പത്രോസ് ഓർത്ത് ഇതൊരു സാധാരണ കാര്യമാണെന്ന്, സാധാരണ കാര്യമാണെന്ന്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ കയറിയിട്ട് അങ്ങ് ഇരുന്നങ്ങ് ഉറങ്ങി. അവനങ്ങ് ഇരുന്ന് ഉറങ്ങി. നിനക്കറിയാമോ, ഇന്ന് നിന്നെ വിളിക്കുന്ന സ്ഥലം ഉറങ്ങേണ്ട സ്ഥലമല്ല. കണ്ണു ചിമ്മാതെ ദൈവം വിളിച്ച വിളിയിലേക്ക് നീ കയറേണ്ട ഇടമാണ്. ഹല്ലേലൂയ. വിടരുത്, 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 വിടരുത്. എന്തോ ദൈവത്തിന്റെ ശക്തി ഇവിടെ അടിക്കുന്നു. അവൻ ഓർത്ത് ഇതൊരു സാധാരണ യോഗമാണ്, ഇതൊരു സാധാരണ കൂട്ടായ്മയാണ്. ഇവിടെയും പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല. ആരും അറിയാതെ അങ്ങ് ഉറങ്ങാം, ആരും അറിയാതെ അങ്ങ് ഉറങ്ങാം. പക്ഷേ അവൻ ഉറക്കത്തിന്റെ ഒരു നാഴികയിൽ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെട്ട് നിൽക്കുന്നു. സ്വർഗം ഇറങ്ങി വന്നിരിക്കുന്നു. മറു സൈഡിൽ ഏലിയാവ്, ഒരു സൈഡിൽ മോശ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഗ്ലോറി, ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി നിൽക്കുകയാണ്. നിങ്ങളെ സന്തോഷിക്കുന്നു. നിങ്ങൾ ഈ ദൂതിനെ സ്വീകരിക്കുന്നതിന് നന്ദി പറയുന്നു. അവൻ ചാടി എഴുന്നേറ്റു, കണ്ണ് തിരുമ്മി അവൻ നോക്കിയ. പക്ഷേ ഒരു ദൂത് പറയാം, പത്രോസേ, നീ വന്നപ്പം തൊട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാ, നീ വന്നപ്പം തൊട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുക, നീ വന്ന് കേറിപ്പം തൊട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ നീ ഉറങ്ങുകയല്ലായിരുന്നു. ഞാൻ ഇന്ന് ആത്മാവിൽ പറയുന്നു, നീ ആത്മകണ്ണുകളെ തുറന്നു നോക്കിയാൽ ഇന്ന് രാത്രിയിൽ, ഇന്ന് പകലിൽ ഇവിടെ ദൈവദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അത്ഭുതകരമായ ഒരു സാന്നിധ്യം ഇതിന്റെ നടുവിൽ ചലിക്കുന്നുണ്ട്. സ്വർഗത്തിന്റെ ഒരു ഭയങ്കര പകർച്ച. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. എനിക്ക് ഇനി പ്രസംഗിക്കാൻ പറ്റുന്നില്ല. ഇതൊത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ നിന്ന് കയറാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. ഇവിടെ നിന്ന് കയറാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇവിടെ നിന്ന് മുൻപോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഞാൻ ഇനി ഒത്തിരി തുടരുന്നില്ല. പക്ഷേ എനിക്കിവിടെ ഒന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എന്താ കാണുന്നത്? ഇന്നലെ കണ്ടതുപോലെയല്ല യേശുവിനെ കാണുന്നത്. ഗ്ലോറിഫൈ ആയിട്ട് നിൽക്കുകയാണ്, തേജസ് വാരിച്ചുറ്റി നിൽക്കുകയാണ്. ആമേൻ. അഗ്നിജ്വാലയ്ക്കത്ത് കണ്ണ് മാറത്ത് പൊൻകച്ച കെട്ടി നിലവിളക്കണമേ നിലയങ്കി ധരിച്ച് ഭൂമിയിൽ ഒരു അലക്കുകാരനും അടിച്ചു വെളുപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ വെണ്മയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് തേജസ് വാരിച്ചുറ്റി കർത്താവ് നിൽക്കുന്നു. മറു സൈഡിൽ അവൻ ഇന്നലെ അവൻ കേട്ട തീയിറക്കിയ ഏലിയാവ് നിൽക്കുന്നു. മറു സൈഡിൽ സ്തോത്രം ചെങ്കടൽ പിളർന്ന മോശ നിൽക്കുന്നു. അവൻ ആശ്ചര്യപ്പെട്ടു, ഇവരൊക്കെ ലൈവാണോ? ഇവരൊക്കെ ലൈവാണോ? ഇവരൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ? അതെ, നീ ആത്മലോകം കാണാ. ഞാൻ ആത്മാവിൽ പറയട്ടെ, കയറി പിടിക്കാമോ? നീ അത്ഭുതം കണ്ട് മടങ്ങരുത്, നീ ആത്മലോകം കണ്ടേ മടങ്ങാവ്. നിന്റെ ഈ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, നിന്റെ ഈ കാതുകൾക്ക് കേൾക്കാൻ കഴിയാത്ത ഒരാത്മലോകമുണ്ട്. കിങ്ഡം ഓഫ് ഗോഡ്, ഹെവൻ റിലം, സ്പിരിച്വൽ റിലം, സ്വർഗം. അത്ഭുതം കണ്ട് നീ മടങ്ങരുത് മകളെ, നീ ആത്മലോകം കാണണം, നീ ആത്മലോകം കാണണം. ഓ ജീസസ്, എന്റെ കൂടെ വരുന്നുണ്ടോ നിങ്ങൾ? നിങ്ങൾക്കെല്ലാം ഇതുപോലത്തെ അനുഭവങ്ങൾ വരാൻ പോകുകയാണ്. അത്ഭുതങ്ങളുടെ മുകളിൽ ചിലത് സംഭവിക്കാൻ പോകുന്നു. വിശ്വസിക്കുക, അത്ഭുതങ്ങളുടെ മുകളിൽ. പത്രോസിന്റെ പടക് നിറഞ്ഞപ്പോൾ അവൻ എക്സൈറ്റഡ് ആയെങ്കിലും ഇത്രത്തോളം എക്സൈറ്റഡ് ആയിട്ടില്ല. വെള്ളത്തിന്റെ മീതെ നടന്നപ്പോൾ അവൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ടില്ല. ആമേൻ, 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 ആമേൻ. അവന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കിയപ്പോൾ അവൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ടില്ല. പക്ഷേ അവൻ ആത്മലോകം കണ്ടപ്പോൾ അവൻ ഇങ്ങനെ എക്സൈറ്റഡ് ആയി നിൽക്കുകയാണ്. അവൻ പറയുകയാണ്, ഇനി താഴോട്ട് പോകണ്ട, നമുക്കിവിടെ തുടരാം. താഴേക്ക് പോകണ്ട, നമുക്കിവിടെ തുടരാം. ഒരു താഴേക്ക് മറങ്ങാത്ത ഒരാത്മതലം. എനിക്ക് നിങ്ങളെ ഇവിടുത്തെ കല്ലും മണ്ണും പൊന്നുമൊക്കെ കാണിച്ച് നിങ്ങളെ ഇവിടെ ഏതെങ്കിലും ആക്കണമെന്നൊന്നും അല്ല എൻ്റെ ആഗ്രഹം. നിങ്ങൾ ആത്മലോകം കാണണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. ഒരു തലമുറയ്ക്ക് അടച്ചു വെച്ച, ഒരു തലമുറയ്ക്ക് മറച്ചു വെച്ച, ഒരു തലമുറ കയറി പിടിക്കാൻ കഴിയാതെ പോയ ഒരു ആത്മലോകം നിന്റെ മുമ്പിൽ ഓപ്പണാകാൻ പോവുകയാണ്. Amen. Are you believe? എനിക്ക് നിങ്ങളിൽ അത്ഭുതം നടക്കണം, ഞാനത് പ്രസംഗിച്ചു. നിങ്ങൾക്ക് സമ്പത്തുണ്ടാകണം, ഞാനത് പ്രസംഗിച്ചു. നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടണം, ഞാനത് പ്രസംഗിച്ചു. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ പട്ടിണി കിടന്ന് കീറി ഉടുപ്പൊക്കെ ഇട്ട് നടക്കണമെന്ന് എൻ്റെ ആഗ്രഹമല്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കണം. പക്ഷെ എൻ്റെ ആത്മാവിൻ്റെ ആഗ്രഹം അവിടെ നിങ്ങളെ നിർത്തരുത്, മറിച്ച് ഇതിൻ്റെ മുകളിലൊരു ലോകമുണ്ട്. Come on church, come on church. ഇതിന്റെ മുകളിലൊരു ലോകമുണ്ട്. അതിന്റെ പേരാണ് സ്പിരിച്വൽ വേൾഡ്, ആത്മലോകം. ആത്മലോകം. ഒന്ന് കൈ ഉയർത്തി ആമേൻ പറഞ്ഞ ആത്മലോകം, ആത്മലോകം, ആത്മലോകം. ഞാൻ ഇന്ന് പകൽ ഇത് പറയുമ്പോൾ ചിലർക്ക് ഇത് ഇറങ്ങി വരും, ചിലരുടെയിലേക്ക് ഇത് ഇറങ്ങി വരും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും പ്രത്യക്ഷതയെക്കുറിച്ചും പറഞ്ഞത് നിർമ്മിത കഥകളെ അടിസ്ഥാനമാക്കിയല്ല. എൻ്റെ മിനിസ്ട്രിയുടെ ഫുൾ ചേഞ്ച് ഞാൻ കണ്ടൊരു ഹെവനാ. ഹെവൻ കണ്ട് മിനിസ്ട്രി ചെയ്യാൻ തയ്യാറുള്ളവരുണ്ടോ? ഹെവൻ കണ്ട് മിനിസ്ട്രി ചെയ്യാൻ തയ്യാറുള്ളവരുണ്ടോ?
ജീവിക്കാൻ തയ്യാറുള്ളവരുണ്ടോ? അങ്ങനെ നീ കണ്ട് യാത്ര ചെയ്താൽ ഒരു ശക്തിയും നിന്നെ തോൽപ്പിക്കത്തില്ല. കാരണം നിന്റെ കണ്ണ് മണ്ണിലല്ല, നിന്റെ കണ്ണ് വിണ്ണിലാണ്. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുയേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ, ഭൂമിയിലുള്ളതല്ല. എങ്ങനെ നിങ്ങളെ വിടത്തില്ല. നിങ്ങളെ ഇങ്ങനെ ഒന്നും വിടാൻ പരിപാടിയില്ല. നിങ്ങൾ ചിലതൊക്കെ കണ്ടേ പറ്റൂ. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചങ്ങ് നിർത്തുക. ക്രിസ്ത്യൻ ജീവിതത്തിലെ റിയൽ ലൈഫ് നിങ്ങൾ കാണണം. പോരെ പറഞ്ഞ ക്രിസ്ത്യൻ ലൈഫിലെ അതിതല്ല, വരുവാനുള്ളത്. കൈ ഉയർത്തി പറ, വരുവാ. അത് നീ കാണണം. അത് കണ്ട് നീ മിനിസ്റ്റർ ചെയ്യണം. അത് കണ്ട് നീ ജീവിക്കണം. അത് കണ്ട് നീ ചുവട് വെക്കണം. അല്ലാതെ പടകം നിറച്ചത് കണ്ട് നീ ചുവട് വെക്കരുത്. അതൊക്കെ നിന്റെ ലൈഫിൽ നടന്നിരിക്കും. പടകല്ല, നിന്റെ കുടുംബം മുഴുവൻ ദൈവം നിറയ്ക്കും. അതിനൊന്നും ഒരു സംശയമില്ല. എന്നോട് കർത്താവ് പറഞ്ഞോണ്ട് ഒരു വിശേഷ ജനത്തെ വാർത്തെടുക്കണമെന്ന്. ഞാൻ നിങ്ങളുടെ മേലെ ആ വിത്ത് ഇടുകയാ. കേട്ടില്ല? എന്നോട് പറഞ്ഞിട്ട് ഒരു വിശേഷ ജനത്തെ ഭാരത സഭയ്ക്ക് സംഭാവന ചെയ്യണമെന്ന്. ഞാൻ അതിന്റെ വിത്ത് നിങ്ങളിലേക്ക് ഇടുകയാ. ഓ ജീസസ്, ആത്മലോകം, ആത്മലോകം. പത്രോസ് കണ്ടത് ഏലിയാവ്. പത്രോസ് കണ്ടത് ഒറ്റ വാക്കിലങ്ങ് നിർത്താം. അപ്പൊ ഇവരൊന്നും മരിച്ചില്ലേ? അപ്പൊ ഇവരൊക്കെ പണ്ട് ജീവിച്ചല്ലേ? യേശു നെഞ്ചെ തട്ടി പറഞ്ഞ്, ഉണ്ടടാ, അവരൊക്കെ റിയൽ വേൾഡിലുണ്ട്. അതിന്റെ അപ്പുറത്ത് നീയും വന്ന് നിൽക്കണമെന്ന് എൻ്റെ ആഗ്രഹം. അവരൊന്നും തീർന്നിട്ടില്ല, അവരൊന്നും അവസാനിച്ചു. എൻ്റെ അടുത്ത് ആക്റ്റീവായിട്ടിരിപ്പുണ്ട്. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല? എൻ്റെ അടുക്കലുണ്ട്. മോശയുണ്ട്, ഏലിയാവുമുണ്ട്, ദാവീദുമുണ്ട്, യോഹന്നാനുമുണ്ട്. എല്ലാവരും എൻ്റെ അടുക്കലുണ്ട്. ഞാൻ നിന്നെ കാണിക്കുന്നത് ഇതുപോലത്തെ നീയും വെളിപ്പെട്ടു വരണം. ആമേൻ. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ആമേൻ ആമേൻ ഇറങ്ങി വരുമ്പോൾ നീയും ഇതിന്റെ കൂടെ കാണണം. എന്നിട്ട് നമുക്കൊരു ജീവിതമുണ്ട്. നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ അല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. പറഞ്ഞാട്ടെ, അതിപ്പോ ഒരു കൂട്ടം ഉണ്ട്. ആ കൂട്ടം ഏതാണ്? എബ്രായർ 1:12. ഇതാ സാക്ഷികളുടെ മിണ്ടുന്നില്ല. ഇതാ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുകയാണ്. എന്നിട്ട് അതിലെ ഒരു സാക്ഷിയാകാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ്. മരണമില്ലാത്ത ജീവിതം, മരണത്തെ ജയിച്ച ജീവിതം. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ? കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് ഇതൊരു വേൾഡല്ലേ. ഇവൻ ഇത് കണ്ടപ്പം പറഞ്ഞു, ഞാൻ ഈ ശുശ്രൂഷ ചെയ്യാൻ പോവാ.
ഇവിടെ കൊണ്ട് തീരത്തില്ല. മറ്റൊരു വേൾഡ്, സ്വർഗം കണ്ട് ജീവിക്കണം, ദൂതന്മാരെ കണ്ട് ജീവിക്കണം, വിശുദ്ധന്മാരുടെ അനുഭവങ്ങൾ കണ്ട് കേട്ട് ജീവിക്കണം. അതുകൊണ്ട് നിങ്ങൾ വന്നിരിക്കുന്നത് സ്ഥൂലമാകുന്നതും തീ കത്തുന്നതും പർവ്വതത്തിന് മേഘതമസ് കൂരിരട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുടെ ശബ്ദത്തിന്റെ അടുക്കിലേക്കല്ല, മറിച്ച് നിങ്ങൾ വന്നിരിക്കുന്നത് പുത്തൻ യെരൂശലേമിന്റെ അടുക്കിലേക്കും വിശുദ്ധന്മാരുടെ അടുക്കിലേക്കും, ആമേൻ ആമേൻ, സ്വർഗത്തിൽ പേരെഴുതിയ ആദ്യജാതന്മാരുടെ സഭയിലേക്കും സിദ്ധന്മാരുടെ ആത്മാക്കളുടെ അടുക്കിലേക്കും, ആമേൻ, പുതിയ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയിടയനായ ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ നിൽക്കുന്നത് ഇവിടെയല്ല, നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ചിലരെ വിളിക്കുന്നുണ്ട് കേട്ടോ, കൈ ഉയർത്തിയൊന്ന് പ്രാപിച്ച്. ഭയങ്കരമായി ചിലർ മാറും. ദൂതന്മാരൊക്കെ വീടുകളിലൊക്കെ ഇറങ്ങി നടക്കുന്നതും, യാക്കോബ് പറഞ്ഞല്ലേ, ഹേ ഇതാരാ? കേട്ടില്ല യാക്കോബ്, ഹേ ഇതാരാ? ഹേ ഇതേതാ? അവൻ പറയണം, ഇത് ദൂതന്മാരുടെ സൈന്യം. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. ഇതാരാ? ഓ, ദൂതന്മാരുടെ സൈന്യം. കാണുന്നത് ഒരു സ്പിരിച്വൽ വേൾഡ്. ഭയങ്കര ദൈവശക്തി വ്യാപരിക്കും. നിങ്ങളുടെ കണ്ണുകൾ, ഈ കണ്ണുകൾ ഇരിക്കുന്നിടത്ത് വേറൊരു ആത്മകണ്ണ് നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. എനിക്ക് ഇവിടെ നിന്ന് ഇനി കയറണമെന്നായിരുന്നു ആഗ്രഹം. നിങ്ങൾക്ക് കിട്ടി, ആവശ്യത്തിന് കിട്ടിയെന്ന് എൻ്റെ ആഗ്രഹം. കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, യേശുവേ ഈ ആത്മലോകം ഞങ്ങൾക്ക് തുറക്കണേ. ഞങ്ങളെ സ്പെഷ്യലായിട്ട് നീ വിളിക്കുന്ന ഇൻവിറ്റേഷനായി സ്തോത്രം. ഒരു ആത്മലോകം തുറക്കണേ. അബ്രഹാം കണ്ടതുപോലെ വീട്ടിനകത്ത് ദൂതന്മാർ ഭക്ഷണം കഴിക്കാൻ വരുന്നത് പോലത്തെ, ലോത്ത് കണ്ടതുപോലെ 2 ദൈവദൂതന്മാർ പട്ടണത്തിലൂടെ നടക്കണോ? ചിലത് സംഭവിക്കട്ടെ. ആത്മലോകത്തിന്റെ ഭയങ്കര എൻട്രി ഈ ജനത്തിലേക്ക് വരാൻ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. കൈകളെ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇന്ന് പാസ്റ്റർ പ്രസംഗിച്ച പ്രസംഗം ഈ ജനത്തിലേക്ക് കർത്താവ് കൊണ്ടെത്തിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.